മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 46 ത്രൂ 52 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഹല്ലേലൂയ ചില ചിന്തകളാണ് നാം ഒരുമിച്ച്. ഒരു കുരുടൻ്റെ പ്രാർത്ഥനയാണ്, ബർത്തിമായി എന്ന ഒരു കുരുടൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കുവാൻ ഇന്ന് പകലും കർത്താവ് സഹായിക്കട്ടെ. ഒന്നാമത് നാം ഇന്നലെ രാത്രി ധ്യാനിച്ചത് ഹി മേഡ് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. തനിക്ക് ലഭിച്ച അവസരം, തൻ്റെ വഴിയായി കടന്നു പോകുന്ന യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവസരം ഒട്ടും പാഴാക്കാതെ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ലഭിക്കുന്ന അവസരം, നമ്മുടെ ഇടയിൽ ഉള്ള ദൈവസാന്നിധ്യത്തെ നമ്മൾ ആവോളം ആസ്വദിക്കണം, ഉപയോഗിക്കണം. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള വലിയൊരു ചിന്ത. നമുക്കൊരു ആയുസ് മാത്രമേ ഉള്ളൂ. ഈ ആയുസ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. എനിക്ക് എങ്ങനെ കർത്താവിനെ ഉയർത്താം, എങ്ങനെ പാടാം, എങ്ങനെ പ്രാർത്ഥിക്കാം, എത്രമാത്രം ദൈവസ്നേഹത്തെ ഉയർത്താം, ഇത്രമാത്രമൊക്കെ നാം അവസരം പ്രയോജനപ്പെടുത്തണം. അതിൻ്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ 48 മുതൽ 49 രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു. മാർക്ക് ചാപ്റ്റർ 10 verse 48 and 49. Children, if you have your Bible, turn with me to, or you can see on the screen. Mark chapter 10 verse 48 and 14. If you have a small piece of paper, you may not understand what we are preaching over here. Okay, but if you have a paper and a pen, if you didn't bring today, you can bring it tomorrow onwards. Just to write everything and read the scriptures. That will help you as the way you go. Okay, God bless you. Okay, listen carefully, you will understand. And 48 and 49 എന്ന് വായിച്ചാണ്. മർക്കോസ് 10 48 49. മിണ്ടാതിരിപ്പാൻ പലരും, ഇച്ചിരി ഒക്കെ ഉണ്ടല്ലോ മോനെ, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അധികം നിലവിളിച്ചു. മതി, സ്തോത്രം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഹല്ലേലൂയ ചിന്തിക്കാം. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത്, even he was crying, he was praying, hallelujah, Jesus have mercy on me, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു കുരുടനെയാണ് നാം കാണുന്നത്. പക്ഷേ യേശുവിൻ്റെ കൂടെയുള്ള മുന്നേ നടക്കുന്ന ചിലർ അവനോട് പറഞ്ഞ് മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു. they tried to stop him. അവനെ ശാസിച്ചു. നിങ്ങളൊരാൾ കരയുമ്പോൾ, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോൾ വാപത്തി പിടിക്കും, മക്കളെ കരയല്ലെന്നൊക്കെ പറയും. നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കാർ നിങ്ങളെ ശാസിച്ചാൽ നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യും. ഇവിടെ അവൻ്റെ ഒരു ആവശ്യത്തിൻ്റെ മുമ്പാകെയാണ്. ഇത് അവന് ലഭിച്ച ഏറ്റവും നല്ലൊരു അവസരമാണ്. ജീസസ് ഈസ് പാസിങ് ബൈ. പക്ഷേ അവൻ്റെ വാപത്തി പിടിക്കുവാൻ, അവനെ തടയുവാൻ മുന്നേ നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ദോസ് ഹു ആർ വാക്കിംഗ് അലോങ് വിത്ത് ജീസസ്, ദോസ് ഹു ആർ സീയിങ് ദാറ്റ് മിറക്കിൾസ് ആർ ഹാപ്പനിങ്, ഇതിനൊക്കെ സാക്ഷികളായി അവർ തന്നെ അവനെ ശാസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നാം വായിച്ച പദം അവനോ, എന്താ വായിച്ചത്? ദാവീദ് പുത്ര എന്നോട് എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഇതാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്ത. ഓവർകം യുവർ ഒബ്സ്റ്റാക്കിൾ ബൈ പ്രയർ. പ്രാർത്ഥനയിൽ വേണം നിങ്ങളുടെ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കുവാൻ. ആരെങ്കിലും വാപൊത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത്. ഏതെങ്കിലും പ്രതിസന്ധി കണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങളുടെ കരച്ചിൽ നിർത്തരുത്. അവൻ ഇന്ന് രാവിലെ ദേവദാസൻ ഓർപ്പിച്ച പോലെ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, യാചിച്ചുകൊണ്ടേയിരിക്കണം. ഓവർകം യുവർ ഒബ്സ്റ്റാക്കിൾസ് ആൻഡ് ഹർഡിൽസ് ഇൻ യുവർ ലൈഫ് and face all the challenges by presenting yourself in the presence of the Lord with prayer. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വേണം ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ. നിരാശപ്പെട്ടു പോകരുത്, പ്രാർത്ഥന തുടരണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പ്രാർത്ഥനാ സംബന്ധമായ അടുത്ത വിഷയമാണ്, എങ്ങനെ എൻ്റെ പ്രതിസന്ധികളെ പ്രാർത്ഥനയിൽ എനിക്ക് അതിജീവിക്കാം എന്ന ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ 7 volumes ഓഫ് പ്രയർ ദിസ് മോർണിംഗ്. പ്രാർത്ഥനയുടെ 7 ശബ്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ജീവശ്വാസമാണ്, ജീവവായുവാണ്. അല്ലയ്യ, പ്രാർത്ഥനയില്ല ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പ്രാർത്ഥനയെന്ന് കേട്ട ഉടനെ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പായിട്ട് പ്രാർത്ഥിക്കുന്ന ഭാഗം മാത്രമല്ല പ്രാർത്ഥന. ജീവിതത്തിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ദൈവത്തോടുള്ള ബന്ധമാണ് പ്രാർത്ഥന. Establishing an unbreakable, unquenchable relation with God. That's exactly what we call prayer. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് സംഗീതക്കാരൊക്കെ അവൻ ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. പ്രയർ എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് തന്നെ ദൈവവുമായ ഒരു കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ. നിങ്ങളൊരാളെ ഫോൺ എടുത്ത് വിളിച്ചിട്ടല്ലേ അവർ തിരിച്ച് ഹലോ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഹല്ലേലൂയ, ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അവസാനം നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥന തീരുന്നത് ആമേൻ എന്ന് പറയുമ്പോഴല്ല, ഹല്ലേലൂയ, ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ന് രാവിലെ നമ്മൾ അറിയണം പ്രാർത്ഥന എങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എപ്പോഴും നമുക്ക് അങ്ങ് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എപ്പോഴും അങ്ങ് കരയാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ വിവിധ വോളിയമുണ്ട്. ഞാനിതൊക്കെ പിന്നെ പ്രസംഗത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇതിങ്ങനെ ആക്കുന്നെങ്കിലും സംഗതിയല്ല ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകും കാര്യം. സ്തോത്രം. ഒന്ന് വായിച്ചാട്ടെ 61-ാം സങ്കീർത്തനം
അതിൻ്റെ 1-2 വാക്യങ്ങൾ. Psalm 61 verse 1 and 2. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് മതി സ്തോത്രമല്ലേ. ഇവിടെ 3 പദങ്ങൾ നാം കണ്ടു. യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ യഹോവേ എൻ്റെ നിലവിളി കേൾക്കണം, പ്രാർത്ഥന ശ്രദ്ധിക്കണം, ഭൂമിയുടെ അറ്റത്ത് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ പ്രാർത്ഥന എങ്ങനെയായിരിക്കാം? ഹൗ ക്യാൻ വി പ്രേ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്? വാട്ട് കൈൻഡ് ഓഫ് വോളിയം വി ക്യാൻ മേക്ക്, ഓർ വാട്ട് ദ വേ വി ക്യാൻ പ്രസൻറ്റ് അവർ മാറ്റർ ടു ദ ഗോഡ്? ദൈവം മുമ്പാകെ നമ്മുടെ കാര്യം എങ്ങനെ പറയും? എത്ര ശബ്ദത്തിൽ പ്രാർത്ഥിക്കണം? ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഒച്ചയാണ്, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കേൾക്കാൻ പോലും ഇല്ല. ചില കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ച ഒരു സൗണ്ട് പോലും പുറത്ത് വരത്തില്ല. പക്ഷെ അതും പ്രാർത്ഥനയാണ്. സ്തോത്രം. ഒക്കുമെങ്കിൽ ശബ്ദത്തിൽ തന്നെ പ്രാർത്ഥിക്കണം. ഈ പരസ്യമായി പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. പരസ്യ പ്രാർത്ഥന ചുരുക്കവും രഹസ്യ പ്രാർത്ഥന വലുതുമായിരിക്കണം. നമുക്ക് ഒരു ചെറിയ പ്രയാസമുണ്ട്, നിങ്ങൾക്കൊണ്ട് ഇവിടെ കാണത്തില്ല. ഈ മൈക്കിലാണ് ആൾക്കാർ വിചാരിക്കുന്ന പ്രാർത്ഥന വരുന്നതെന്നാണ്. അല്ലല്ലേ, മൈക്ക് കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ എന്ത് വരത്തില്ല? പ്രാർത്ഥന വരത്തില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 18 വർഷം മുമ്പാണ് തോന്നുന്നു, ഞാനൊരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന് വളരെ ഒരു പ്രായമുള്ള പക്വതയുള്ള ദൈവദാസനാണ്. പക്വതയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ 18 വർഷം മുമ്പല്ലേ, അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ 10-40 വർഷമായിട്ട് ഈ രാജ്യത്ത് വന്നിട്ടാണ്, ഇവരെനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഒരു സമയം തന്നില്ലെന്ന് പറഞ്ഞു കോൺഫറൻസിൽ. അപ്പോൾ ഞാൻ പറയൂ, എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്നു. പുള്ളി ചോദിച്ചു, ഞാൻ കണ്ടില്ലല്ലോ, എപ്പോഴാണ് പാസ്റ്റർ പ്രാർത്ഥിച്ചു? അവർ വന്നപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഈ മക്കളെ, പരസ്യ പ്രാർത്ഥന ഒരു മാക്സിമം 3 മിനിറ്റിക്കുള്ളിൽ പ്രാർത്ഥിക്കരുത്. പണി എൻ്റെ കൂടെ പാസ്റ്റർ വിഷമിക്കണ്ട, ഞങ്ങൾ 3 പോയിട്ട് 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഒരു പരസ്യം, വെൻ യു പ്രേ പബ്ലിക്ലി മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ്സിക്കുള്ളിൽ പ്രാർത്ഥിക്കരുത്. കാരണം ആദ്യത്തെ 1 മിനിറ്റ് ആൾക്കാർ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കും, 2ാമത്തെ മിനിറ്റ് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിർത്തിയാൽ കൊള്ളാവരുന്ന് ഓർത്ത്. 3ാമത്തെ മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മുമ്പേ സ്തോത്രമല്ല, അവർ സ്റ്റോത്രം എന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളൂ എന്താണ് ഇവിടെ നിന്നുകൊണ്ട് പാസ്റ്ററൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. എന്നാൽ രഹസ്യ പ്രാർത്ഥന യേശു പറഞ്ഞു, നിങ്ങൾ മുറിക്കകത്തോട്ട് കയറിയിട്ട് വാതിലടച്ചിട്ട് സ്വർഗസ്ഥനായ പിതാവിനോട് മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിക്കണം. എന്ത് ആവലാതി ദൈവസന്നിധി പറയാം. മനുഷ്യരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അറയിൽ കിടന്ന് വാതിലടയ്ക്കുക എന്നുള്ള അർത്ഥം അല്ലല്ലോ, ഒരു രഹസ്യ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഐ വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥനയുടെ വിവിധ വോളിയങ്ങളാണ്. യു ടേക്ക് എനി സൗണ്ട് എക്യുപ്മെൻറ്റ്, അത് കീബോർഡ് ആകട്ടെ, സൗണ്ട് ഇൻസ്ട്രുമെൻ്റ് ആകട്ടെ, മിക്സർ ആകട്ടെ, എന്തിനും നിങ്ങളുടെ വീട്ടിൽ എന്തിനേറെ പറയുന്നത് നാം കൊണ്ടു നടക്കുന്ന സെൽഫോൺ ആകട്ടെ, ഇതിനെല്ലാം ഒരു വോളിയം കൺട്രോൾ സ്വിച്ച് ഉണ്ട്. യു നോ ദാറ്റ്? ഒരു വോളിയം കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അതിനകത്ത് 2ആണ് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. ഏറ്റവും താഴത്തെ വോളിയം എന്താണ്? എല്ലാവരും ആക്റ്റീവായിട്ട് എലവായിട്ടൊക്കെ ഇരുന്നാട്ടെ, വെള്ളിയാഴ്ച രാവിലെ അല്ലേ, വളരെ സന്തോഷമായിട്ട്. ഏറ്റവും താഴത്തെ വോളിയം ഏതാ? 0 എന്ന് വേണേൽ പറയാം. ചിലയിടത്തൊക്കെ ഇന്ത്യയിലൊക്കെ മിനിമം വോളിയം എന്നാണ്. പിന്നെ ഏറ്റവും ടോപ്പ് ഏതാ? ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഇന്ന് രാവിലെ മിനിമത്തിൽ തുടങ്ങി മാക്സിമത്തിൽ എത്തണം. 12 അല്ല എത്ര മണിക്ക്, 1 മണിയാകുമ്പോൾ നമ്മൾ മാക്സിമം വോളിയത്തിൽ നമുക്ക് എത്തണം. അപ്പം 7 തരത്തിൽ ഈ ശബ്ദത്തെ ഞാനൊന്ന് വേദപുസ്തക പ്രകാരം നമ്മുടെ പ്രാർത്ഥനയുടെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. 1ാമത്തെ വോളിയം, ദ ലോവസ്റ്റ് വോളിയം, ദ മിനിമം വോളിയമാണ്. There is no sound, nobody can see, nobody can hear, but it's a God answering prayer. ഇതിനെ സൈലന്റ് പ്രയർ നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പാകെ ഒരു മനുഷ്യൻ കാണാത്ത, ഒരു മനുഷ്യൻ കേൾക്കാത്ത പ്രാർത്ഥനകൾ നമുക്ക് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മുടെ എത്രയോ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ തന്നെ നമ്മൾ പരസ്യമായി പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ദൈവസന്നിധിയിൽ അയ്യോ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾക്കാ ദൈവം കൂടുതലും മറുപടി തന്നിട്ടുള്ളത്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ പോലും ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം വായിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ അറിയണം. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഹല്ലേലൂയ, മൂത്തവനായ ദാവീദിൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയാവിനെ കണ്ടപ്പോൾ പ്രവാചകനായ അഭിഷിക്തനായ ശമൂവേലിന് പോലും ഒരു കൺഫ്യൂഷനാണ്. പോയി ഇതാ യഹോവയുടെ അഭിഷിക്തനെന്ന് ശമൂവേൽ പറയുമ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ അവൻ്റെ മുഖവും പോക്കവും വണ്ണവും ഒന്നും നോക്കരുത്, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. അപ്പം ദൈവം നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. സ്തോത്രം. വാട്ട് ഈസ് ഗോയിങ് ത്രൂ എ ഹാർട്ട്. ഒരു മനുഷ്യന് റീഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം, ECG എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന അപ്പും ഡൗണും ഒന്നുമല്ല. ECG മാത്രമേ ഉള്ളൂ സ്ട്രെയിറ്റ് ലൈൻ വരലേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. വല്ല മെഡിക്കൽ ഫീൽഡല്ലേ. ബാക്കിയെല്ലാം കർത്താവെ ഒന്ന് നേരെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ECG എടുക്കുമ്പോൾ മാത്രം നേരെ ആയാൽ തീർന്നു എന്നർത്ഥം. അപ്പോൾ ഓക്കെ. അപ്പോൾ നോക്കുക, പ്രാർത്ഥനയുടെ നമ്മുടെ അളവെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ചിന്തകളെ, ഭാവങ്ങളെ ദൂരത്ത് നിന്ന് വിവേചിക്കുന്ന ദൈവമാണ്.
നിങ്ങളുടെ ഹൃദയം ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടെ പോകും. ഇപ്പോൾ കോട്ടയത്തും കോഴഞ്ചേരിയും കൊല്ലത്തും ഒക്കെ പോകുന്ന എത്രയോ പേര് ഇവിടെ ഇരിപ്പുണ്ട്. പ്രസംഗമൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും മനസ്സ് എവിടെയൊക്കെയാണല്ലേ. മനസ്സിനെയൊക്കെ ദൈവസ്ഥലം പിടിച്ചു നിർത്താൻ വലിയ പാടാണ്. നമ്മൾ ആരുടെയും കുഴപ്പമൊന്നുമല്ല. പാട്ടും വർഷിപ്പും ഒക്കെ ടോം കൊടുക്കുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര വർഷിപ്പായിരിക്കും ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ പാടുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ മൈൻഡ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കളയും. സ്തോത്രം അല്ലിയ. അല്ലേ, ഇപ്പം ചുമ്മാ മനസ്സിൽ കൂടെ ചിന്ത പോകുകയും ഞാൻ ഇറങ്ങിയപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണോ വന്നത്. ഇന്ന് മൊത്തം പ്രാർത്ഥന മൊത്തം പോയി കിട്ടും. ഇവിടെ ഇരുന്നു കൊണ്ട് അത് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ പോയി കിട്ടും. വീട് അടച്ചിട്ടാണോ വന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ ചിതറിച്ചു കൊണ്ട് പോകും. പക്ഷെ ഹൃദയത്തിനകത്ത് നമുക്കൊരു സൈലന്റ് പ്രാർത്ഥനയുണ്ട്. ഏത് സമയത്തും കർത്താവേ ഹല്ലേലൂയ. എന്താണ് മൗന പ്രാർത്ഥന? ആരും അറിയാത്ത പ്രാർത്ഥന, ആരും കേൾക്കാത്ത പ്രാർത്ഥന, ദൈവം മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. അത് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും. എന്തിനേറെ പറയുന്നു, ഉറക്കത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ പ്രാർത്ഥന അറിയണം. 63 സങ്കീർത്തനം 1 വാക്യം വായിച്ചാട്ട്. Psalm 63 verse 1. എൻ്റെ ഹൃദയം, ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഹൃദയമാണ് മൗനപ്രാർത്ഥനയുടെ അടിസ്ഥാനം. എ ഹാർട്ട് ദാറ്റ് ഈഗർലി ആൻഡ് സോളംലി വെയിറ്റിംഗ് ഫോർ ഗോഡ് ഹിംസെൽഫ് ഇൻ ദ ഏർലി മോർണിംഗ്. ജീവിതത്തിൻ്റെ പ്രഭാതത്തിൽ ആരംഭത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഹൃദയം. അങ്ങനെ ഹൃദയമുള്ള ദൈവമക്കൾ 62 സംഘത്തിൽ 61, 62, 63 സംഘത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വായിക്കുകയാണ്. Psalm 62 3 വാക്യങ്ങൾ അതിനെ സ്ഥാപിക്കുന്നുണ്ട്. എന്താണ് എൻ്റെ വാക്യം? 62:1. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി എങ്ങനെ ഇരിക്കുന്നു? മൈ സോൾ പേഷ്യൻലി വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. അല്ലെ, സൈലന്റ്ലി വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി അവിടുന്ന് എൻ്റെ രക്ഷ വരുന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. ആരും കണ്ടില്ല ഈ പ്രാർത്ഥന. പക്ഷേ എൻ്റെ ഉള്ളം ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുള്ള വിടുതൽ, രക്ഷ അവിടുന്ന് വരുന്നു. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഇന്ന് രാവിലെ അത് പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ പോറിങ് ഔട്ട് യുവർ ഹാർട്ട് ബിഫോർ ദ ലോർഡ്. ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്നത്, അല്ലെങ്കിൽ മനസ്സ് ദൈവസന്നിധിയിൽ ഉറയ്ക്കണം. അതുകൊണ്ട് ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഉറച്ചിരിക്കുന്നു. മൗനപ്രാർത്ഥനയാണ്. എന്ത് ആവശ്യവും നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, അവിടെ നിന്നുകൊണ്ട് പരസ്യമായിട്ട് പാസ്റ്ററെ ഫോൺ ചെയ്ത് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കൂട്ട് വിശ്വാസമില്ല. പക്ഷേ വെൻ യു ആർ സ്റ്റാൻഡിങ് ബിഫോർ ദ പീപ്പിൾ, കർത്താവേ എന്നെ സഹായിക്കണമേ. കാരണം നെഹമ്യാ ഒരിക്കൽ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ഹല്ലേലൂയ. ഇസ്രയേലിലെ യെരൂശലേമിൻ്റെ വാതിലും മതിലും ഒക്കെ തീ വെന്ത് ചുട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ആരംഭ ദിവസം സൂചിപ്പിച്ചായിരുന്നു, പാനപാത്രവാഹനായ അർത്ഥകഷ്ട രാജാവിൻ്റെ മുമ്പിൽ പോയതുകൊണ്ട് നെഹമ്യാവ് നിൽക്കുമ്പോൾ നെഹമ്യാവിനോട് ചോദിച്ചു, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? സ്തോത്രം. ഉടനെ പറഞ്ഞു, എനിക്കിങ്ങനെയുള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പറയുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യണം, എത്ര ദിവസത്തെ അവധി വേണം? ഉടനെ അവിടെ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവനോടൊരു അവധി പറഞ്ഞു. അപ്പം മനസ്സിനകത്ത് പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 4 ആഴ്ച വേണം, അല്ല 5 ആഴ്ച വേണം. ഇന്ന് രാവിലെ ലീവ് ചോദിക്കാൻ പോകുമ്പോഴും, ഓഫീസിൽ ചെല്ലുമ്പോൾ, ജോലിക്ക് കടന്നു ചെല്ലുമ്പോൾ, അധികാരിയുടെ മുമ്പ് നിൽക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകത്തില്ല നിങ്ങൾ വാ കൊണ്ട് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഹൃദയം ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരു മറുപടി പ്രാപിച്ചിട്ട് നിങ്ങൾ അതിരമുയർത്തി പറയുമ്പോൾ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായി കടന്നു വരും. ഹല്ലേലൂയ. മൗനമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. 5-ാം വാക്യം 62:5. ഇവിടെ പറയുന്നു, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തെ ആരാധിക്കാനും നമുക്ക് മൗനമായി ആരാധിക്കാൻ പറ്റും. Hallelujah. Cooperative worship always we encourage when we come together as a church family on the Sunday service or a fasting prayer. When the worship leader encourage you to sing and worship, we will open our mouth and shout to the Lord. അതൊക്കെ ഇവിടെ സംഭവിക്കും. പരസ്യമായി നമ്മൾ ദൈവത്തെ ആരാധിക്കും. പക്ഷേ ഹൃദയം കൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. 103-ാം സങ്കീർത്തനം 34-ാം സങ്കീർത്തനത്തിലൊക്കെ വർഷിപ്പിൻ്റെ 3 ലെവൽ കാണുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ ഇതല്ല പബ്ലിക്കായിട്ട് ഞാൻ വാഴ്ത്തുകയാണ്. ഐ വിൽ ബ്ലസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ് ആൻഡ് ഹിസ് പ്രൈസ് ഷൽ കണ്ടിന്യൂലി അപ്പോൺ മൈ മൗത്ത്. അവൻ്റെ സ്തുതി എപ്പോഴും അവന്മേലുണ്ട്. അടുത്ത പദം പറയുന്നത്, എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. ഇവിടെ പരസ്യമായിട്ടല്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഒന്ന്, ഹല്ലേലൂയ, പരസ്യമായി ഞാൻ ദൈവത്തെ കൈ ഉയർത്തി കൈയടിച്ച് തുള്ളി ചാടി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന പരസ്യമായുള്ള ആരാധന. പക്ഷെ പരസ്യമല്ലാത്തപ്പോഴും ആരും കാണാത്തപ്പോഴും എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ സ്തോത്രം പറയുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, നാം ഒന്നിച്ച് യഹോവയുടെ നാമത്തെ വാഴ്ത്തുക. മൂന്നാമത് കോപ്പറേറ്റ് വർഷിപ്പാണ്. എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് ആരാധിക്കും, ആരും അറിയാതെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പാട്ടുപാടും, എല്ലാവരുടെയും കൂടെ ചേർന്നും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനയും ദൈവസ്ഥനിൽ അങ്ങ് പകർന്നു വെച്ചാട്ട് ദൈവമക്കളെ. ആരോട് ചില വിഷയങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കും. ഹല്ലേലൂയ, ഇന്നയോ ഈ ആൾ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുക, ഇതാണോ പ്രാർത്ഥന വിഷയം. പക്ഷേ നിങ്ങൾക്ക് അത് ദൈവത്തോട് പറയാൻ പറ്റും. നമ്മുടെ മൗനമായുള്ള പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടല്ലേ, നദനിയേൽ യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ നടന്നു വരികയാണ്. അല്ലല്ലേ, ഫിലിപ്പോസ് എന്ന് പറഞ്ഞു, നദനിയേലോട് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടെത്തി, നസ്രായനെ കണ്ടെത്തി. ഉടനെ അവൻ ചോദിച്ചു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മ കിട്ടുമോ? അങ്ങനെ നദനിയേൽ കടന്നു വരുന്നുണ്ട്. യേശു പറയും, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ യാതൊരു കപടവും ഇല്ല. ഉടനെ അതിശയത്തോടെ ചോദിക്കുകയാണ് നദനിയേൽ, ഗുരു, നീ എന്നെ എവിടെ വെച്ച് അറിയും? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. കൊണ്ടുവന്ന ഫിലിപ്പോസിന് അറിയത്തില്ല. There was a time and day that he was waiting and eagerly crying and weeping under that fig tree. അങ്ങനെ കരഞ്ഞൊരു ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലും ദൂരത്തിരുന്ന് കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ സഹോദര സഹോദരി, ഇന്നലെ രാത്രിയിൽ കിടക്കിൽ നീ മുഖമമർത്തി ചോദിച്ച ചോദ്യങ്ങൾക്കും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. കാരണം ഇടത്തും വലത്തും ഇരുന്നവരോ കിടന്നവരോ അറിയാത്ത നിന്റെ ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ ദൈവം ദൂരത്തുനിന്ന് വലിച്ചെടുത്തു. ഉത്തരം കിട്ടുമ്പോഴാണ് നിങ്ങൾ ആഘോഷിച്ച് ആടിപ്പാടി നൃത്തം ചെയ്ത്, അയ്യോ ഞാൻ ആരോടും പറഞ്ഞില്ലെങ്കിലും ആരും എൻ്റെ വാക്ക് കേട്ടില്ലെങ്കിലും എൻ്റെ ഹൃദയത്തെ അറിഞ്ഞൊരു ദൈവമുണ്ടായിരുന്നല്ലോ, എൻ്റെ വേദന വലിച്ചെടുത്തൊരു ദൈവമുണ്ടല്ലോ, എൻ്റെ ഭാരം അറിഞ്ഞൊരു ദൈവമുണ്ടല്ലോ. അതിനൊരു തെളിവാണ് അല്ലെങ്കിൽ 16-ാം സങ്കീർത്തനം. അത് എൻ്റെ ഭാഷയിൽ ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറയാം. 16-ാം സങ്കീർത്തനത്തിൽ 2 വാക്യം പഴയ നിയമത്തിലെ ഒരു സംഭവമായി ഒന്ന് കണക്ട് ചെയ്താൽ എങ്ങനെയാണ് മൗനപ്രാർത്ഥനയുടെ ശക്തിയെന്ന് നമുക്ക് മനസ്സിലാക്കും. Psalm 16:1 അതിൻ്റെ 1-ാം വാക്യം 11-ാം വാക്യം. 16-ാം വാക്യം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കൽ എന്നെ കാത്തുകൊള്ളണമേ. 11-ാം വാക്യം, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഇത് 2 പേരുടെ മൗനപ്രാർത്ഥനയായിട്ട് ഞാൻ എൻ്റെ പ്രസംഗ ഭാഷയിൽ നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പിതാവിൻ്റെയും ഒരു മകൻ്റെയും പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് നടന്നു കയറുന്ന അബ്രഹാം, അവിടെ യാഗപീഠത്തിൽ കൈകാലുകൾ കെട്ടപ്പെട്ടവനായി കിടക്കുന്ന ഇസഹാക്ക്, ഏകദേശം 24 വയസ്സോളം പ്രായമുണ്ട് എന്ന് 25-ാം അധ്യായം അല്ലെങ്കിൽ 16-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. 24 വയസ്സോളം പ്രായമുണ്ട്, 124 വയസ്സോളം പ്രായമുണ്ട് അബ്രഹാമിനും. അങ്ങനെ 124 വയസ്സുള്ള അപ്പച്ചനും 24 വയസ്സുള്ള യൗവനക്കാരനും ഒരുമിച്ച് ആരാധനയ്ക്ക് വന്നിരിക്കുകയാണ്. കൈയും കെട്ടപ്പെട്ട് കാലും കെട്ടപ്പെട്ട് ഞാനാണ് യാഗമൃഗമെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ലാതെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചു കൊടുക്കുന്ന ഇസഹാക്ക് ഇപ്പുറത്ത് അല്ലേ ഹൃദയവേദനയോടുകൂടി കത്തിയും വിറകും എടുത്തുകൊണ്ട് അല്ലെ കത്തി എടുത്തുകൊണ്ട് മകൻ്റെ കഴുത്ത് മുറിക്കുവാൻ അല്ലെ ഒരുങ്ങി നിൽക്കുന്ന അല്ലെ അബ്രഹാം. ഈ 2 പേരുടെയും പ്രാർത്ഥനയായിട്ട് ഞാനിതിനെ ഒന്ന് വ്യാഖ്യാനിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങളുടെയും ജീവിതയാത്രയിൽ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ഇവിടെ നിന്നുകൊണ്ട് അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്. പുറമേ പ്രാർത്ഥിച്ചാൽ മകൻ്റെ വിശ്വാസം പോകും. ഹല്ലേലൂയ. അപ്പച്ചൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നാൽ ഇസഹാക്കിൻ്റെ സമർപ്പണം പോകും. ഹല്ലേലൂയ. ഏതെങ്കിലും പരസ്യമായി കർത്താവേ ഇന്ന് പകൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, വിടുവിക്കണം, ഇറങ്ങി വന്നേ മതിയാവൂ, എനിക്ക് ഈ മകനെ തരണമേ, അങ്ങ് തന്നതാണല്ലോ എന്നൊക്കെ വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാഗം അവിടെ നടക്കത്തില്ല. ഇസഹാക്കും വാ തുറന്ന്, അയ്യോ എൻ്റെ ആയുസ് ഇവിടം കൊണ്ട് തീരുകയാണോ, എൻ്റെ അപ്പച്ചന് ഞാൻ ഏക മകനാണല്ലോ, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് ഇസഹാക്ക് പ്രാർത്ഥിച്ചാൽ അപ്പച്ചൻ്റെ ഓങ്ങിയ കത്തി താണു പോകും, എടുത്ത തീ അവിടെ കത്തുകയില്ല. പക്ഷേ ഹൃദയത്തിൽ നിന്ന് 2 പേരും പ്രാർത്ഥിച്ചു. അബ്രഹാം പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. കഴിഞ്ഞ 75 വർഷമായി അങ്ങേ മാത്രം സേവിച്ചവനാണ്. കഴിഞ്ഞ 50 വർഷമായി അങ്ങ് പറഞ്ഞതല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. മെസൊപ്പൊത്താമിയയിൽ കൽദയരുടെ പട്ടണത്തിൽ ഊരിൽ നിന്ന് ഊമ വിഗ്രഹങ്ങളെ വിട്ടിട്ട് കൽദയ സംസ്കാരം വിട്ടിട്ട് ഇറങ്ങി പുറപ്പെട്ട ഞാൻ എൻ്റെ ജീവിതയാത്ര മുഴുവൻ അങ്ങേ മാത്രം ആരാധിച്ചവനാണ്. ഞാൻ അങ്ങേ ആശ്രയിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ വിടുവിക്കണമേ. തൊട്ടപ്പുറത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ഇസഹാക്കും പ്രാർത്ഥിച്ചു, ഇനി ഒരു ജീവന്റെ വഴിയുണ്ടെങ്കിൽ നീ അതെനിക്ക് കാണിച്ചു തരും. ഞാൻ ഈ മണ്ണിൽ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ യു വിൽ ഷോ മീ ദ പാത്ത് ഓഫ് ലൈഫ്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഞാൻ ആത്മാവിൽ പറയട്ടെ, അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ ദീർഘനിശ്വാസവും ഇസഹാക്കിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു എന്നിട്ട് ഹല്ലേലൂയ എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രൈസ് കോഡ് ഹല്ലേലൂയ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയും ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരുമെന്നുള്ള ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നാം വായിക്കുന്നു, അബ്രഹാമേ അബ്രഹാമേ എന്ന്
എന്ന് 2 പ്രാവശ്യം ആ സ്വർഗം വിളിച്ചത്. ദൂരാബാന ഹതുരാധന. ഇന്ന് പകൽക്കാലം അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും ഇസഹാക്കിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സ്വർഗത്തിൽ ഇടിമുഴക്കം പോലെ ശബ്ദം മുഴങ്ങി, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഇൻ ബിറ്റ്വീൻ ദ നെക്ക് ആൻഡ് നൈഫ്, ഹല്ലേലൂയ, കഴുത്തിനും കത്തിക്കും ഇടയിൽ ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന സകല പ്രാർത്ഥനകളും സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട്. ആരും കാണുന്നില്ലെങ്കിലും ആരും കേൾക്കുന്നില്ലെങ്കിലും വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, എൻ്റെ ഹൃദയത്തിലെ ദീർഘനിശ്വാസങ്ങളെ ദൂരത്തുനിന്ന് വലിച്ചെടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ വോളിയം അല്പം കൂടെ ഒന്ന് കൂട്ടാം. നിശബ്ദ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ 2ാമത്തെ വോളിയത്തിലേക്ക് പോവുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണ്. ഇത് സെക്കൻഡ് വോളിയം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ശ്രദ്ധിച്ചാട്ട് 1 ശമൂവേൽ 1:13. ഇത് ലിപ്സ് മൂവിങ് പ്രെയർ നമുക്കിതിനെ വിളിക്കാം. ആദരമനങ്ങിയുള്ള പ്രാർത്ഥനയാണ്. 1ാമത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. ഇതിൻ്റെ പ്രത്യേകത എല്ലാവരും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന എവരിബഡി ക്യാൻ സീ ബട്ട് നോബഡി ക്യാൻ ഹിയർ. ഈ പ്രാർത്ഥന എല്ലാവരും കാണുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അന്ന ഷി വാസ് പ്രേയിങ് ഇൻ ഹർ ഹാർട്ട്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചതിനാൽ ആദരമനങ്ങിയതല്ലാതെ ശബ്ദം എന്ത് ചെയ്യുന്നില്ല, പുറത്ത് കേൾപ്പാനില്ലായിരുന്നു. ശബ്ദം കേൾക്കാനില്ല. ഇന്നലെ ഞാൻ ഈ ആരംഭ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ ദാസനും ഇത് ആവർത്തിച്ചു. ഞാനും പറഞ്ഞതാണ് അന്നയുടെ പ്രാർത്ഥന വിഷയം എന്താണ്. അതെൻ്റെ വിഷയമല്ല, ഹൃദയം കൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് ദൈവമക്കളെ. ഇത് ആദരം അനങ്ങുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് വി ക്യാൻ കോൾ ദ പ്രെയർ ഓഫ് പ്രൈസിങ് ഗോഡ്. ഈ പ്രാർത്ഥന ദൈവത്തിന് സ്തോത്രം പറയുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുമ്പാകെ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തുതിയും നന്ദിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ വിശദീകരിക്കാം. പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ് ഈസ് ഹാവിംഗ് എ ലിറ്റിൽ ഡിഫറൻസ്. സോ ഹിയർ വാട്ട് വി ആർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വി ആർ പ്രൈസിങ് ഗോഡ് ഫോർ എവരിത്തിങ്. ദൈവത്തിന് സ്തോത്രം പറയണം. ചില സമയത്ത് വിഷയങ്ങളൊന്നും പറയണ്ട, ദൈവത്തിന് എന്ത് ചെയ്താൽ മതി, സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിലെ വചനം പറയുന്നത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം, ദൈവത്തിന് സ്തുതി മുഴക്കണം. പ്രാർത്ഥനാ സമയം ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. അല്ല, പാട്ട് പാടുമ്പോൾ മാത്രമല്ല കൈകൾ ഉയർത്തേണ്ടതും കൈയടിക്കേണ്ടതും. പ്രാർത്ഥനാ സമയത്തും ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവത്തോട് സ്തോത്രത്തോടെ വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കേണ്ടത്. അതല്ലേ ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. റാദർ വാട്ട് വി നീഡ് ടു ഡു, ഹല്ലേലൂയ, വി നീഡ് ടു ഓഫർ അവർ പ്രസന്റ് അവർ മാറ്റേഴ്സ് ടു ദ ലോർഡ് വിത്ത് പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിംഗ്. ദൈവത്തിന് സ്തോത്രത്തോടെ വേണം ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ദൈവമക്കളുടെ ഇന്ന് രാവിലെ ദിവസം പറഞ്ഞു തോന്നുന്നു, ദൈവമക്കളുടെ സ്തോത്രം എന്നൊക്കെ പറയുന്നത് ഒരു സൗരഭ്യവാസനയായ യാഗമാണ്. ദൈവമക്കൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എപ്പോഴും ആദരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. അതൊരു പ്രാർത്ഥന. എനിക്ക് ജോലി കിട്ടിയതിനാൽ സ്തോത്രം, ജോലി കിട്ടാൻ പോകുന്നതിനാൽ സ്തോത്രം, എൻ്റെ കുടുംബജീവിതത്തിനായി സ്തോത്രം, ദൈവം നടത്തുന്ന വഴികൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു സ്തോത്രത്തിൻ്റെ അന്തരീക്ഷമായി മാറണം. സോ വി ക്യാൻ ചേഞ്ച് അവർ അറ്റ്മോസ്ഫിയർ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ ഇവിടെ അറിയാവുന്നല്ലേ, നമുക്ക് എനിക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ലേ, ഇപ്പം ഇവിടെ ചൂടൊക്കെ ആയിട്ടുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ 2 അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് സാധാരണ ഉള്ളത്. തെർമോമീറ്റർ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇതെല്ലാം മെഡിക്കൽ ഫീൽഡ്. തെർമോമീറ്റർ പ്രത്യേകിച്ച് പഴയ കാലത്ത് നാട്ടിലെ മർക്കുറി വെച്ച് ടങ്കിൻ്റെ അടി വെക്കുന്ന നേഴ്സുമാരൊന്നും വെക്കത്തില്ല, ഇങ്ങനെ കുലുക്കിയിട്ട് വെക്കത്തില്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലല്ല, ഞാൻ 90 ആണെങ്കിൽ പുള്ളി എത്ര ആയിരിക്കും? നിങ്ങളുടെ ടെമ്പറേച്ചറാണ് തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ, അല്ലാതെ പുള്ളിക്ക് സ്വന്തമായിട്ട് തീരുമാനമൊന്നുമില്ല. ഒരാൾക്ക് 105 ഡിഗ്രി പനിയാണെങ്കിൽ തെർമോമീറ്റർ എന്തോ പറയും, എത്ര ഡിഗ്രി ഉണ്ട്? 105. ഒരാൾക്ക് 94 ഡിഗ്രി ആണെങ്കിൽ തെർമോമീറ്റർ പറയും 94. അല്ലാതെ പുള്ളിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു തീരുമാനവും ഇല്ല, അല്ലല്ല, ഒരു ഡിസിഷനും ഇല്ല. ആർക്ക് എന്ത് ചൂടുണ്ടോ അതനുസരിച്ച് ആരിയിരിക്കും, തെർമോമീറ്റർ ഇരിക്കും. പക്ഷേ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, എൻ്റെ പേര് തെർമോസ്റ്റാറ്റ് എന്നാണ്. പുള്ളി തീരുമാനിക്കും ഇവിടെ എത്ര ചൂട് വേണം. ഹല്ലേലൂയ. നമുക്കിങ്ങനെ ഈതർ യു ക്യാൻ ബി എ തെർമോമീറ്റർ ഓർ യു ക്യാൻ ബി എ തെർമോസ്റ്റാറ്റ്. അന്തരീക്ഷം നമ്മൾ മാറ്റണം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലെ അന്തരീക്ഷം നിങ്ങൾ മാറ്റണം. പാട്ട് പാടി കുടുംബത്തിലെ അന്തരീക്ഷം നിങ്ങൾ മാറ്റണം. പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഇതാണല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, യു നെവർ ടു ബി ഹല്ലേലൂയ ഗെറ്റ് അലോങ് വിത്ത് യുവർ അറ്റ്മോസ്ഫിയർ, ബട്ട് റാദർ യു നീഡ് ടു ബി റെഡി ടു ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ. ഇന്ന് രാവിലെ നിങ്ങളുടെ അന്തരീക്ഷത്തിന് ഒത്തവണ്ണം, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം നിങ്ങൾ മാറുകയല്ല, നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് മാറ്റിയെടുക്കുവാൻ.
പ്രൈസ് കൊള്ളല്ലേ. അപ്പോസ്തലനായ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. അവിടെ ഇഷ്ടംപോലെ തടവുകാരുണ്ട്. അല്ലെങ്കിൽ മുടി പിച്ചി പറിക്കുന്നു, അവർ ഭീതിയോടെ ആയിരിക്കുന്നു, അവർ പരാതി പറയുന്നു, അല്ലെങ്കിൽ അവർ കംപ്ലൈൻറ്റ് പറയുന്നു. പകൽ മുഴുവൻ സുവിശേഷം പറഞ്ഞ 2 അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ തടവിലേക്ക് കൊണ്ട് തള്ളിയ കാര്യം നിങ്ങൾക്കറിയാം. അല്ല, അവിടെ അവർ കിടക്കുന്ന കിടപ്പെന്നൊക്കെ പറയുന്നത് അവരുടെ കൈ രണ്ടും എവിടെയായിരുന്നു? ചങ്ങലയിലായിരുന്നു. കാല് സ്റ്റോക്കിലായിരുന്നു. ഒരു തടിക്കകത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് 2 പേരുടെയും കാല് അതിനകത്തൂടെ കടത്തി അത് പിന്നെ ആപ്പ് വെച്ച് അടിച്ച് ഫിക്സ് ചെയ്തിട്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഷെവിലാസിന് വേണേൽ ചോദിക്കുക, ഉപദേശി രാവിലെ ഞാൻ അന്നേ പറഞ്ഞത് നമുക്ക് ഇവിടെ പോകേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ആ പെങ്കൊച്ച് വഴിയേ പോയതല്ലേ, അവർ നല്ല കാര്യമല്ലയോ പറഞ്ഞത്? ആ പെണ്ണ് അവിടെ നിന്ന് പറഞ്ഞത്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, അവർ ദൈവവചനം രക്ഷാമാർഗം പ്രസംഗിക്കുന്നു, വെറുതെ അതിനേക്ക് ശാസിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അതിൻ്റെ ഗൗരവത്തിലാണല്ലോ. ആവശ്യമില്ലാത്ത മിനിസ്ട്രി ചെയ്തിട്ടല്ലേ, നമ്മളെ പ്രസംഗിക്കാനല്ലേ വിളിച്ചതുള്ളൂ. എന്തിനാ നമ്മൾ ഭൂതശാന്തിയുടെ പുറകെ പോയത്? എന്തിനാ രോഗശാന്തി എടുത്തത് എന്നൊക്കെ വേണേൽ ഷീലാസിന് ചോദിക്കാമായിരുന്നു. പക്ഷെ പുള്ളി ഒന്നും ചെയ്തില്ല. അർദ്ധരാത്രിക്ക് അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഈ അന്തരീക്ഷം മാറ്റാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ചങ്ങലയായിരിക്കാം, എൻ്റെ കാലിൽ ആമമായിരിക്കാം, പക്ഷെ ചങ്ങല താളമാക്കുവാൻ അവർ തീരുമാനിച്ചു. കാലിലെ തടസ്സം അവർക്കൊരു തടസ്സമായി തോന്നിയില്ല. ഈ കുരുടൻ നിലവിളിച്ച പോലെ എൻ്റെ വേദനയെ ഞാനൊരു പാട്ടാക്കി മാറ്റാൻ പോവുകയാണ്. എൻ്റെ വേദനയെ ഞാനൊരു പാട്ടാക്കി മാറ്റാൻ പോകുകയാണ്. എൻ്റെ കണ്ണുനീരിനെ ഒരു ആരാധനയാക്കി മാറ്റാൻ പോകുകയാണ്. എൻ്റെ നിന്ദയെ, എൻ്റെ അപമാനത്തെ, എൻ്റെ മുറിവുകളെ, എൻ്റെ തകർച്ചകളെ ദൈവത്തിന് സുഗ്രാഹി യാഗമാക്കി ഇന്ന് രാവിലെ ഞാൻ മാറ്റുമെന്ന് തീരുമാനിക്കുവാൻ എത്ര പേരിവിടെ തയ്യാറാകും? നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഇന്ന് രാവിലെ മാറണമെങ്കിൽ കുടുംബം ആരാധനാ സ്ഥലമായി മാറണം. Turn your house into house of worship. You can change the atmosphere. ഇന്ന് രാവിലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറ്റുവാൻ, അല്ലെങ്കിൽ നിന്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം, അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പാടുവാൻ ഇന്ന് രാവിലെ തയ്യാറായിക്കാട്ടെ. സ്തോത്രം പറഞ്ഞുകൊണ്ട് വേണം ദൈവമക്കൾ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുവാൻ. ദൈവമക്കൾ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെച്ചിട്ട് അന്തരീക്ഷം മാറ്റാൻ കാത്തിരിക്കേണ്ട. ബട്ട് ദ വെരി റൈറ്റ് ബിഗിനിങ് ഇറ്റ്സെൽഫ് യു ക്യാൻ ബിഗിൻ ടു ചേഞ്ച് യുവർ അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ അന്തരീക്ഷം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. വയ്യാതെ കിടക്കുമ്പോഴും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിക്കോ. ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം, ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ 7:10 എന്ന് പറയുന്നത്, യോബ് പറഞ്ഞത്, ഒരു വൃക്ഷമായാൽ അതിന് എന്തോ ഉണ്ട്? പ്രത്യാശയുണ്ട്. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ കുറ്റിയോട് ചേർത്ത് വെട്ടിയാലും അതിൻ്റെ വേർ മണ്ണിൽ കെട്ടുപോയാലും മഴയുടെ ഗന്ധമടിക്കുമ്പോൾ അത് പൊട്ടിക്കിളിക്കുമെന്ന്. അല്ല, ഇന്ന് പകൽ അങ്ങനെ പറയാൻ പറ്റുമോ? എന്നെ കുറ്റിയോട് ചേർത്ത് വെട്ടട്ടെ, എൻ്റെ സകല അടിവേരുകളും കത്തിപ്പോകട്ടെ, ഇനി ഒരു പ്രത്യാശയെന്ന് എല്ലാവരും പറയട്ടെ. പക്ഷെ ഒരു മഴയുടെ ഗന്ധമടിക്കുമ്പോൾ, ഒരു പാട്ടിൻ്റെ ഒരു മുറി കേട്ടാൽ മതി, ഒരു വചനത്തിൻ്റെ അറ്റം കേട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ മതി, വീണ്ടും ഞാൻ പൊട്ടിക്കിളിക്കും. എത്ര പേർക്ക് ഇന്ന് രാവിലെ അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ ഹൃദയം അറിയുന്ന ദൈവമേ, എൻ്റെ അതരത്തിൽ കൂടി ഞാൻ സ്തോത്രം പറയുന്നു, ഞാൻ വീണ്ടും തഴയ്ക്കും, ഞാൻ വീണ്ടും പൊട്ടിക്കിളിക്കും, ഞാൻ വീണ്ടും പ്രയോജനപ്പെടും, ഞാൻ വീണ്ടും പാടും, ഞാൻ ഇനിയും സ്തോത്രം ചെയ്യും, ഞാൻ ഇനിയും ആരാധിക്കും, ഞാൻ ഇനിയും ശുശ്രൂഷിക്കും, ഇനിയും ഞാൻ പ്രയോജനപ്പെടും, ഇനിയും എൻ്റെ വായിൽ ചിരിയും, ഇനിയും എൻ്റെ മുഖത്ത് അവൻ ഉല്ലാസവും എനിക്ക് തരും. ഓ രബ ശമന രഗടമന ഹതുരാധകന. ഇന്ന് പകൽക്കാലം സഭ അന്തരീക്ഷങ്ങൾ, കുടുംബ അന്തരീക്ഷങ്ങൾ സ്തോത്രം കൊണ്ട് നിറയട്ടെ. ആദരമനങ്ങിയുള്ള ഒരു പ്രാർത്ഥന ഇന്ന് രാവിലെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയ്ക്കും രോഗത്തിനും കഷ്ടത്തിനും ആരോഗ്യത്തിനും നന്മയ്ക്കും സുഖത്തിനും ദുഃഖത്തിനും ഒരുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരെയാണ് ഇന്ന് രാവിലെ ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന സൈലന്റ് പ്രയർ ആണെങ്കിൽ, രണ്ടാമത്തെ പ്രാർത്ഥന ഹല്ലേലൂയ ആദരമനങ്ങിയുള്ള സ്തോത്ര പ്രാർത്ഥനയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാർത്ഥന 55-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യമാണ്. 55-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യം. ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. മോർണിംഗ് ഓർ വീപ്പിംഗ്. ഞരക്കമെന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പ്രാർത്ഥനയുടെ ശബ്ദം. അപ്പോൾ ശ്രദ്ധിക്കണം, ഓരോ പ്രാർത്ഥനയുടെ സ്റ്റെപ്പ് നോക്കണം. ഒന്ന് സൈലന്റ് പ്രയർ ആയിരുന്നു, ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. രണ്ടാമത് എവരിബഡി ക്യാൻ സീ ബട്ട് നോബഡി ക്യാൻ ഹിയർ. രണ്ടാമത്തെ പ്രാർത്ഥന ആദരമനങ്ങിയുള്ള സ്തോത്ര പ്രാർത്ഥനയാ, എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ആർക്കും കേൾക്കത്തില്ല. മൂന്നാമത്തെ പ്രാർത്ഥന എല്ലാവർക്കും കാണാം, എല്ലാവർക്കും കേൾക്കാം, ബട്ട് നോ വൺ ക്യാൻ റെക്കഗ്നൈസ്. എല്ലാവർക്കും കാണാനും പറ്റും, കേൾക്കാനും പറ്റും, എന്താ പറയുന്നതെന്ന് ആർക്കും തിരിയത്തില്ല. ഇത് ഞരക്കമെന്ന് അതിന് പറയുന്നത്, ഞരങ്ങിയുള്ള പ്രാർത്ഥന. എന്താ ഇതിൻ്റെ അർത്ഥം?
ശത്രുവിൻ്റെ ആരവ നിമിത്തവും, ശ്രദ്ധിക്കണം ഈ പദം, അല്ലടിയ, ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. ഈ ഞരക്കമെന്ന് പറയുമ്പോൾ അല്ലടിയ, അകത്ത് ഒതുക്കിയാൽ ഹാർട്ട് അറ്റാക്ക് വരും, പുറത്ത് പറഞ്ഞാൽ നാട്ടുകാരാക്ഷേപിക്കും. ഇങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ. കൊണ്ട് നടക്കാനും പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഇങ്ങനെയുള്ളൊരു അവസരമാണ് ഈ ഞരക്കമെന്ന് പറയുന്നത്. ശത്രുവിൻ്റെ ആരവ നിമിത്തം, ദുഷ്ടൻ്റെ പീഡ നിമിത്തം. വാക്കിൽ പിടിക്കാൻ നോക്കിയിരിക്കുന്നവർ, ഒരു വീഴ്ച കണ്ട് കൈകൊട്ടി ചിരിക്കുവാൻ ചുറ്റും കൂടി നിൽക്കുന്നവർ, അവിടെ ഹല്ലേലൂയ ഞാൻ പതറി നിൽക്കുക. അകത്തിതെനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം പൊട്ടിപ്പോറാകാറായ തുരുത്തി പോലെ എൻ്റെ ഹൃദയമായിരിക്കുക. പക്ഷേ ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. പക്ഷേ ഈ ഞരക്കം ദൈവസന്നിധിയിൽ ഇതിനെയൊക്കെ ദൈവം അങ്ങ് ട്യൂൺ ചെയ്തോളും കേട്ടോ. ഇവിടെ വാക്കുകളൊന്നും വേണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. എവറിത്തിങ് ദാറ്റ് ഹല്ലേലൂയ നിങ്ങൾ വിക്കി പറയുന്ന, ഏങ്ങലടിച്ച് പറയുന്ന, നിലവിളിച്ച് പറയുന്ന ഈ പദങ്ങളൊക്കെ സ്വർഗം ഡീകോഡ് ചെയ്തോളും. പേടിക്കണ്ട കേട്ടോ. ദൈവം അത് ഭാഷയാക്കി മാറ്റും. അതുകൊണ്ടാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് 31-ാം സങ്കീർത്തനത്തിൽ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി, എൻ്റെ രട്ട് അഴിച്ചു മാറ്റി എന്നെ സന്തോഷം ഒടുപ്പിച്ചിരിക്കുന്നു. നമ്മുടെ സങ്കടത്തിൽ നാം കഴിക്കുന്ന അപേക്ഷയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ആ മുറിവ്, നിങ്ങളുടെ വേദനയുടെ ആഴം നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ, ദേശം മുഴുവൻ ശൂന്യമായി പോയി കിടക്കുമ്പോൾ, ജീവിതം ശൂന്യമാണോ, ദൈവത്തോട് സങ്കടം പറയണം. ജീവിതം ശൂന്യമാണെങ്കിൽ ദൈവത്തോട് സങ്കടം പറയണമെന്നാണ് വചനം പറയുന്നത്. ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് കൊടലിയ 2 യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. എനിക്ക് കൂടുതൽ വചനം പറയുന്നതിൻ്റെ കാരണം, ഞാൻ പോയാലും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പോയാലും നിങ്ങൾക്ക് ഈ വചനം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കണം. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു. ബാലസിംഹങ്ങൾ അതിൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് ദേശത്തെ ശൂന്യമാക്കിയിരിക്കുന്നു. The land, the whole entire land became a desolate land. ഒന്നുമില്ലാതെ ജീവിതം, കുടുംബം, സഭ ശൂന്യമായി കിടക്കുന്നു. ശൂന്യമായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? യിരെമ്യാവ് 12:5 വായിച്ചു. അല്ല, ഒരു മിനിറ്റ് പ്ലീസ്. That verse, hallelujah. ശൂന്യമായതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. 10:12 12:5 ആയിരുന്നു. ഓക്കെ. ശൂന്യമായതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. ശൂന്യത വെളിപ്പെടുമ്പോൾ ദൈവമക്കൾ സങ്കടം ദൈവത്തോട് പറയണം. മനുഷ്യരുടെ മുമ്പിൽ പോയിക്കൊണ്ട് ആവലാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലേ, നമുക്കൊരു പരാതിയാ, ഭാര്യയോട് അങ്ങ് പറയും നീ കാരണമാണ്, ഭർത്താവിനോട് പറയാം അങ്ങ് കാരണമാണ്, മക്കൾ കാരണമാണ്, മരുമക്കൾ കാരണമാണ്. നമുക്ക് എന്നും അങ്ങ് കംപ്ലൈൻറ്റ് ബോക്സ്. സഭയിൽ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തോന്നി, ഇവിടെ എനിക്ക് തോന്നി നിങ്ങളുടെ ഇരിപ്പും കൈയടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഉള്ളവരാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് 4-5 സഭയിൽ, അമേരിക്കയിലും നാട്ടിലും കുറേ സഭയിലൊക്കെ പാസ്സായിരുന്നുണ്ട്. ദർ ഈസ് നോ കോംപ്ലിമെൻറ്റ് ബോക്സ്, എവ്രിവെയർ ഇറ്റ് ഈസ് കംപ്ലൈൻറ്റ് ബോക്സ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കംപ്ലൈൻ്റ് എല്ലാവർക്കും എന്ത് പറഞ്ഞാലും കംപ്ലൈൻ്റാണ്. ചെറിയ കാര്യം മതി ആൾക്കാർക്ക് അങ്ങ് കംപ്ലൈൻ്റാണ്. നമ്മളെക്കുറിച്ച് ആരും പറയാനും പാടില്ല. നമുക്ക് ആരെക്കുറിച്ചും പറയാം, നമ്മളെക്കുറിച്ച് ആരും ഒന്നും പറയാനും പാടില്ല. ദൈവസന്നിധി വരുമ്പോൾ പരാതിയല്ല ഇവിടെ പറയേണ്ടത്, സങ്കടം ദൈവത്തോട് പറയണം. ശൂന്യമായതിനാൽ അതെന്നോട് സങ്കടം, 12:11 ശൂന്യമായതിനാൽ അതെന്നോട് സങ്കടം പറയും. ദൈവത്തോട് ആരൊക്കെ സങ്കടം പറഞ്ഞിട്ടുണ്ടോ അവരുടെ എൻറ്റയർ ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട്. മനുഷ്യരോട് ആരൊക്കെ സങ്കടം പറഞ്ഞിട്ടുണ്ടോ അവർ അതപ്പതിച്ചിട്ടേ ഉള്ളൂ, അവർ ആക്ഷേപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 31-ാം വാക്യം വായിച്ചാട്ടെ. 32 ഉൽപ്പത്തി 29. അവളുടെ ഗർഭം തുറന്ന് അവൾക്കൊരു തലമുറയെ നൽകി. വായിച്ചു അടുത്ത വാക്യം, ഇപ്പോൾ വായിച്ച വാക്യം. യഹോവ എൻ്റെ സങ്കടം കണ്ടു എന്ന് പറഞ്ഞ് അവളിനെ രൂബേൻ എന്ന് പേരിട്ടു. യാക്കോബിൻ്റെ 2 ഭാര്യമാരാണ് ലേയയും റാഹേലും. നമുക്കറിയാം. ആ വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ലേയെ സംബന്ധിച്ച് സ്തോത്രമില്ല, ഇഷ്ടമില്ലാതാണ് വിവാഹം കഴിച്ചത്. ആര് വിവാഹം കഴിച്ചത്? യാക്കോബ്. ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചു. ഹല്ലേലൂയ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ലേയുടെ വീട്ടിൽ തന്നെ ലേയ്ക്കൊരു വിലയില്ല. ഒന്നിവിടെ നാം കണ്ടു, ഷീസ് അൺലൗഡ് എന്നാണ്. ഹല്ലേലൂയ. അവളെ ആരും സ്നേഹിക്കാത്തവളായി. യാക്കോബിന് സ്നേഹമില്ല, അപ്പന് സ്നേഹമില്ല, സഹോദരിമാർക്ക് സ്നേഹമില്ല. ഷീ വാസ് അൺലൗഡ്, അനിഷ്ടയാണെന്ന് കണ്ടു. ഇനി അതിൻ്റെ 19-ാം വാക്യം തോന്നുന്നു,
17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേ എന്നും ഇളയവൾക്ക് റാഹേൽ എന്ന് പേര്. ലേയുടെ കണ്ണുകൾക്ക് ശോഭ കുറവായിരുന്നു, ഡിം ഐസ് എന്നാണ് പറയുന്നത്, കാഴ്ച കുറവായിരുന്നു. എത്ര ക്ലാസ് വെച്ചാലും പുള്ളിക്കാരിക്ക് വായിക്കാനൊന്നും പറ്റത്തില്ല, ഈ ശോഭ എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെയുള്ള ഒരു പെങ്കൊച്ചായിരുന്നു. ഇതിനെയാണെങ്കിൽ വീട്ടിനകത്ത് ഇനി നിർത്തിക്കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴൊരു അവസരം കിട്ടിയപ്പോൾ ഒരു ചെറുക്കനെ കെട്ടിച്ച് വിട്ടു. ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല, യാക്കോബിനും ഇഷ്ടമല്ല, അപ്പനും ഇഷ്ടമല്ല, സഹോദരിക്കും ഇഷ്ടമല്ല. ഇനി ആലോചിച്ച് നോക്കി. ഇനി ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ലൈവൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ അടുത്ത പദം ഇച്ചിരി സീരിയസ് ആണ്, ഹല്ലേലൂയ. പക്ഷെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ലേയെ വിവാഹം കഴിച്ച് പിറ്റേന്ന് രാവിലെ ആകെ പ്രശ്നമായിട്ട് ലാബാനോട് ഗുസ്തി ഉണ്ടാക്കിയപ്പോൾ ലാബാൻ ഒരു കാര്യം ചെയ്യും, അടുത്തൊരു 7 വർഷം ആർക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ തൊട്ട് യാക്കോബ് ജോലിക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഈ ലേയുടെ കാര്യം ആലോചിച്ച് നോക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഭർത്താവ് സ്വന്തം സഹോദരിയാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനായിപ്പോയി. ഇത്രയും മനപ്രയാസത്തോടെ, കണ്ണിന് ശോഭയില്ല, സ്വന്തം ഭർത്താവ് അംഗീകരിക്കുന്നില്ല, കുടുംബത്തിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സങ്കടം ഇനി ഞാൻ അപ്പനോട് പറയത്തില്ല, അമ്മയോട് പറയത്തില്ല, സഹോദരിയോട് പറയത്തില്ല, ഭർത്താവിനോട് പറയത്തില്ല. ലേയുടെ സങ്കടം യഹോവ കണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ശൂന്യത മാറണമോ? സങ്കടം ദൈവത്തോട് പറഞ്ഞാട്ട്, മനുഷ്യരോട് പറയുന്നത് നിർത്തിയിട്ട് ദൈവത്തോട് സങ്കടം അറിയിച്ചാട്ട്. ദൈവത്തോട് സങ്കടം അറിയിച്ചപ്പോൾ ശ്രദ്ധിക്കണം പദം, അല്ല, യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് രൂപേരെന്ന് പേരിട്ടു. 35 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുക. ഹല്ലേലൂയ. പിന്നെയും അവൾക്കൊരു മകൻ ലഭിച്ചു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. ഇപ്പം ഈ സിസ്റ്റർ ഈ സഹോദരി വിചാരിക്കുന്ന ഓരോ കുഞ്ഞിന് ജനനം കൊടുക്കും തോറും, ജന്മം കൊടുക്കും തോറും ഭർത്താവിന് എന്നോട് സ്നേഹം കൂടിക്കൂടി വരുമെന്ന്. ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ സ്വപ്നമൊന്നും കാണണ്ട. ഹല്ലേലൂയ. അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് കല്യാണ ശുശ്രൂഷ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു കല്യാണ പ്രസംഗം പ്രസംഗിക്കുന്നില്ല. എന്നാലും ഭാര്യാഭർത്തങ്ങൾ, ഒരു കുടുംബം അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ പോകുന്നതുകൊണ്ടും അനേകരെ കൗൺസിൽ ചെയ്യുന്നതുകൊണ്ടൊക്കെ പറയുക, ഭാര്യാഭർത്തൃക്കന്മാരുടെ തമ്മിലുള്ള സ്നേഹബന്ധം ഓരോ വർഷം കൂടുന്തോറും വർദ്ധിച്ചു വരണം. പ്രായം കൂടുമ്പോൾ കുറയരുത്. അതുകൊണ്ടാണ് മലാക്കിയുടെ പ്രവചനത്തിലും മീഖായിലൊക്കെ പറയുന്നത് നിന്റെ യൗവനത്തിലെ ഭാര്യയെന്ന്, ദ വൈഫ് ഓഫ് യുവർ യൂത്ത് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കി തരാം. കല്യാണം കഴിച്ച ദിവസം നിങ്ങൾ ഭാര്യയെ കണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആ കൈ കൊടുത്ത സമയത്ത് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നിന്നെ മാത്രം സ്നേഹിച്ചും സേവിച്ചും നല്ലോണം മറന്നുപോയി മലയാളമൊക്കെ, കാരണം വന്നിട്ട് കുറേ നാളല്ലോ, നിന്നെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ അന്ന് ദ വേ യു ഹാവ് സീൻ യുവർ വൈഫ് ആസ് സോ ബ്യൂട്ടിഫുൾ, ഓർ യു ഹാവ് സീൻ യുവർ ഹസ്ബൻഡ് ആസ് സോ ഹാൻസം, അത് തന്നെ ആയിരിക്കണം 90-ാമത്തെ വയസ്സിലും കാണേണ്ടത്. അയ്യോ, ഈ പാസ് എന്തോ പറഞ്ഞു പിടിപ്പിക്കുന്നു. അതാണ് നിന്റെ യൗവനത്തിലെ വൈഫ് ഓഫ് യുവർ യൂത്ത്. എത്ര വർഷം കഴിഞ്ഞാലും വിവാഹ ദിനം നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ കണ്ട കണ്ണുകൊണ്ട് തന്നെ കാണണം. ഹല്ലേലൂയ. അവിടെയാണ് ദൈവസ്നേഹം. ആലോചിച്ച് നോക്കിയേ, രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷം കഴിഞ്ഞു, 40 വർഷം കഴിഞ്ഞു. യേശുവിൻ്റെ സ്നേഹം കാന്തയാൻ നമ്മോടുള്ള സ്നേഹത്തിന് കുറവ് വന്നായിരുന്നെങ്കിൽ ഞാനിന്നിവിടെ കാണുമായിരുന്നോ? കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ, കർത്താവ് സഭയെ ശുശ്രൂഷ പോലെ വേണ്ടേ എന്നാണ് ആ ബന്ധമെങ്കിൽ, ഇന്ന് പകൽക്കാലം കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ കൂടെയുള്ള സ്നേഹമാണ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നു. അപ്പം ഇവിടെ അനിഷ്ട എന്ന് കണ്ടു, ഭർത്താവിനെ സ്നേഹിക്കുമെന്ന് സ്വപ്നം കണ്ടു, ഒന്നും നടന്നില്ല. രൂബേൻ എന്ന് പേരിട്ടു, ശിമയോൻ എന്ന് പേരിട്ടു, മൂന്നാമതൊരു മകൻ ലഭിച്ചു. ഇപ്പോൾ ഭർത്താവിനെ കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അവന് ലേവി എന്ന് പേരിട്ടു. ഇനി എൻ്റെ 35-ാം വാക്യം വായിച്ചാൽ, ഇതുവരെ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛൻ എന്നെ സ്നേഹിക്കും, അച്ഛൻ എന്നെ സ്നേഹിക്കും, അച്ഛൻ എന്നെ സ്നേഹിക്കും. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് വെറുതെയാണ്, മനുഷ്യ സ്നേഹമെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ എത്ര ഗുണം ചെയ്താലും പ്രശ്നമില്ല. ഇന്ന് നന്നായിട്ട് കുക്ക് ചെയ്തു, അല്ല അത് സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും എല്ലാം നന്നായിരുന്നു, നാളെ ഒരു ശകല ഉപ്പ് കൂടിയാൽ എല്ലാ ദേഷ്യം കൂടെ കാണിക്കും. എൻ്റെ കൂട്ടത്തിലുണ്ടേ, നിങ്ങളൊന്നും ഈ നാട്ടിലുള്ളവരെല്ലാം തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര നല്ല കാര്യം ചെയ്ത് കൊടുത്താലും ഒരു പോരായ്മ കണ്ടാൽ മതി, അതെന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ അവൾ പറഞ്ഞു, ഇനി ഞാൻ ഈ മനുഷ്യൻ്റെ സ്നേഹമൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഇനി ലോകത്തിൻ്റെ താല്പര്യമൊന്നുമല്ല എനിക്ക്. ഐ എം ഗോയിങ് ടു പ്രൈസ് ഗാഡ്. ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആരെന്നെ സ്നേഹിച്ചാലും ആരെന്നെ കരുതിയാലും ആരെന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എനിക്കത് വിഷയമല്ല. എൻ്റെ ആരാധന ഞാൻ മുടക്കത്തില്ല.
ഇന്ന് പകൽക്കാലം അതല്ലേ ദൈവമക്കളെ അതിൻ്റെ അർത്ഥം. ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവന് യഹൂദ എന്ന് പേരിട്ടു. സ്വർഗം അതിനെ അണ്ടർലൈൻ ചെയ്തു. ഒരു മാതാവ് തൻ്റെ വേദനയിൽ സങ്കടം പറയുവാൻ ഹൃദയത്തിൻ്റെ വേദനയ്ക്ക് സ്തോത്രമെന്ന പേരിട്ടെങ്കിൽ ആ ഗോത്രം സ്തോത്രം സ്വീകരിക്കുന്ന ഗോത്രമായി ഞാൻ മാറ്റുമെന്ന് ദൈവം തീരുമാനിച്ചു. യഹൂദ ഗോത്രത്തിലെ സിംഹമായ എൻ്റെ യേശു സ്തുതിക്ക് യോഗ്യനായി, ആരാധനയ്ക്ക് യോഗ്യനായി, പുകഴ്ചയ്ക്ക് യോഗ്യനായി മാറിയതിൻ്റെ കാരണം ഒരു മാതാവിൻ്റെ വേദന ആരാധനയാക്കി മാറ്റിയത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ടേൺ യുവർ പെയിൻ ഇൻടു വർഷിപ്പ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിന്റെ വേദനയെ ആരാധനയാക്കി മാറ്റ്, നിന്റെ നിന്ദയെ ആരാധനയാക്കി മാറ്റ്, നിന്റെ കഷ്ടതയെ ആരാധനയാക്കി മാറ്റ്, നിന്റെ മുറിവുകളെ സ്തോത്രത്തിന് കാരണമാക്കി മാറ്റ്, നിന്റെ നിന്ദയെ, അപമാനത്തെ, നിന്റെ ഇല്ലായ്മയെ, നിന്റെ താഴ്ചയെ, നിന്റെ തകർച്ചയെ ഇന്ന് പകൽ ആരാധനയാക്കി മാറ്റണമെന്ന്. Hallelujah. That's the exact meaning of worship. Worship is not when the stage is set ready, people are around us to clap and encourage. Hallelujah. There we make some noise. No, that is not the exact meaning of the worship. അതല്ല ആരാധന എന്ന് പറഞ്ഞാൽ. ആരാധന എന്ന് പറഞ്ഞാൽ regardless of the circumstances, I am able to lift the name of the Lord. സാഹചര്യ സമ്മർദ്ദങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ നിരാശയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പാടത്തക്കവണ്ണം എൻ്റെ അകത്ത മനുഷ്യന് ബലമുണ്ട് എന്ന് പറയുന്നത് ആ ദൈവമക്കളെ ആരാധന. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം കണ്ട ഏറ്റവും വലിയ ആരാധന എന്നൊക്കെ പറയുന്നത് പ്രൈസ് കൊടലിയ ഇയ്യോബിൻ്റെ ആരാധന ഒരു ആരാധനയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-23 വായിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിയിൽ ചാരത്തിൽ ഇരുന്ന് ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച് പ്രൈസ് കൊടലിയ കയ്യിലൊരു ഓട്ട് കഷ്ണം മാത്രം മിച്ചമുള്ള 10 തലമുറകളുടെ ശവടക്കം കണ്ടിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭാര്യ ഉടപ്പിറന്നവൾ ആക്ഷേപിച്ചിരിക്കുന്നു, വന്നു കയറിയ സ്നേഹിതന്മാർ കുത്തുവാക്കുകൾ പറയുന്നു, എല്ലാ ബാങ്കും അക്കൗണ്ടും അല്ലെങ്കിൽ ഫ്രീസ് ആയിരിക്കുക, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അവിടെ നിന്നുകൊണ്ട് പിശാച് കൈകൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇയ്യോബ് ഭക്തി മുടക്കി ദൈവത്തെ തള്ളിപ്പറയും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഇയ്യോബ് പ്രഖ്യാപിച്ചു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഒരു ക്ലെയിമും ഞാൻ പിശാചിന് കൊടുക്കത്തില്ല. ഇത് പിശാച് തന്നതാണെന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ രോഗം, എൻ്റെ നിന്ന 4 പേരുടെ കുറ്റം പറയത്തില്ല. അല്ല, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാറ്റ് ഈസ് എക്സാക്ട് മീൻ ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ എല്ലാം ദൈവം തന്നതാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി പേഴ്സൺ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനിബഡി. ഇത് ആരും നിമിത്തമല്ല, ആരും കാരണമല്ല. എൻ്റെ ജീവിതത്തിലെ എല്ലാം ദൈവം നിമിത്തമാണെന്ന് ഇന്ന് പകൽക്കാലം ആദരമുറയെത്തി പ്രാർത്ഥിക്കുവാൻ എത്ര പേര് തയ്യാറാകും? ഇറ്റ്സ് ഓൾ ഹാപ്പൻ ബിക്കോസ് ഓഫ് മൈ സേവിയർ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ ചോദിക്കുമെന്ന് അറിയത്തില്ലല്ലോ. നിങ്ങളെല്ലാം നമുക്കന്ന് ഒരുമിച്ച് ഒരു കോമൺ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഒരു കഷ്ടത വരുമ്പോൾ നമ്മൾ ആദ്യമേ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുണ്ട്? എന്താ? വൈ ലോർഡ് എന്നല്ലേ? വൈ മീ, വൈ ലോർഡ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ടല്ലേ? എന്ത് ആവേശത്തോടെ ചോദിക്കുന്നത്? കർത്താവ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ? അതിൻ്റെ അർത്ഥം എനിക്ക് മാത്രം ഇങ്ങനെ വന്നിട്ടുള്ള ലോകത്തിൽ ആർക്കും ഒരു പ്രയാസമില്ലെന്ന്. പക്ഷേ തിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോഷൻ കിട്ടിയപ്പോൾ ചോദിച്ചോ വൈ ലോർഡെന്ന്. സാലറി $1 കിട്ടിയപ്പോൾ ചോദിച്ചായിരുന്നു വൈ ലോർഡെന്ന്. അതിനും ചോദിക്കണ്ടേ? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ദെയർ ഈസ് എ റീസൺ ബിഹൈൻഡ് എവരിത്തിങ്. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ എന്തെന്നും നന്മ കിട്ടുമ്പോൾ മിണ്ടത്തുമില്ല. ഹല്ലേലൂയ. ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയ സകലതും ചെയ്യുന്നു. അനുഗ്രഹിക്കുന്നതാണെങ്കിലും വേദനയാണെങ്കിലും മുറിവാണെങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹൃദയം നുറുങ്ങിയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ആരാധന നാം കാണുന്നത് എല്ലായിടത്തും പറയുന്നത് 73-ാം സങ്കീർത്തനമാണ്. ഭയങ്കര പ്രസിദ്ധമായൊരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. ആസാഫിൻ്റെ പ്രാർത്ഥന. നല്ല പാട്ടുകാരനല്ലേ ആസാഫ്? നമുക്ക് ടോമിനെ പോലുള്ളവരൊക്കെ ഇടയ്ക്ക് കിട്ടിയാണെങ്കിൽ നല്ലായിരുന്നു. പാട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ വർഷം നമുക്കൊരു ചൂട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ നിങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമാണ്. ചില പാട്ടുകാരുടെയൊക്കെ പുറകെ പോകാനേ നമുക്ക് വലിയ പാടാണ്. അല്ല, ഇതൊക്കെ നമുക്ക് പുറകെ പോകാനല്ല നല്ല സന്തോഷമാണ് ചിലരുടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പാട്ട് പാടുന്ന ഒരു മനുഷ്യനായിരുന്നു ആസാഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സംഗീത പ്രമാണിയാണെന്നാണ് പറയുന്നത്. ചീഫ് മ്യൂസിഷ്യൻ എന്നാണ്, സംഗീത പ്രമാണി. ദാവീദിൻ്റെ ആരംഭ ദിവസം ഓർപ്പിച്ചായിരുന്നു. ഹേമാനും യദുദാനും ആസാഫും കെഹാത്യരും ഹല്ലേലൂയ കോരഹിൻ്റെ പുത്രന്മാരൊക്കെ ചേർന്ന വലിയ ഒരു 1375 പേരുണ്ടായിരുന്നു ദാവീദിൻ്റെ ഗായക സംഘത്തിൽ. ഇവരെ കൂടെ എല്ലാം കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സംഗീത സഭ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ആസാഫ് പാട്ടുകാരൻ മാത്രമല്ല, പാട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. സംഗീതം എഴുതുകയും ചെയ്യും, പാട്ടും പാടുകയും ചെയ്യും, പാട്ട്
എഴുതുകയും ചെയ്യും. പിന്നെ ഹല്ലേലൂയ പാട്ട് ട്യൂൺ ചെയ്യുമായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കുമായിരുന്നു. ഇതുപോലത്തെ 6 കമ്പിയുള്ള ഗിത്താർ, ഇത് വലിക്കാൻ പെട്ട പാട് അവർക്കറിയാം. അതൊക്കെ കണ്ടില്ല സാധനം. ഹല്ലേലൂയ. ഇത് 10-18 തൊട്ട് ഹല്ലേലൂയ ദാവീദിൻ്റെ കാലത്തുള്ള പഴയ കിന്നര വീണ എന്നൊക്കെ പറഞ്ഞതിന് 16 തൊട്ട് 32 കമ്പി ഉണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണത്തെ പോലും പിടിക്കാൻ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തെ ആസാഫിൻ്റെ ആരാധന. പക്ഷെ ഒരു ദിവസം രാവിലെ പുള്ളി എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ പാസ്റ്റർക്ക് ടെക്സ്റ്റ് ചെയ്ത് നീ സഭായത്തിന് വരുന്നില്ലല്ലോ. പാസ്റ്റർക്ക് ആലോചിച്ച് നോക്കി. പാസ്റ്റർക്ക് പാട്ടുകാരൻ വർഷിപ്പ് ലീഡർ പറയുകയാണ്, ഇന്ന് ഞാൻ ചർച്ചിൽ, ഞാൻ 73-ാം സംഘത്തിനും പറയാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഞാൻ ഇന്ന് ചർച്ചിലോട്ട് വരുന്നില്ല. രാവിലെ എൻ്റെ ബ്ലൈൻഡ് തുറന്നപ്പോൾ അടുത്ത വീട്ടുകാരൻ 3-ാമത്തെ നില വെക്കുന്നു. അതാ പ്രശ്നം. ഞാൻ രാവിലെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ വിൻഡോ ഒന്ന് തുറന്നപ്പോൾ അടുത്ത വീട്ടുകാരനെ അവൻ പള്ളിയിൽ പോകത്തില്ല, പാട്ട് പാടത്തില്ല, സ്തോത്രം പറയത്തില്ല, സ്തോത്രകാഴ്ച ഇടത്തില്ല, ഉപവാസപാതം എനിക്ക് കൂടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അവൻ ഒരു കുഴപ്പമില്ല. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന, അച്ഛാ അവരൊരു ഷുഗറിന് മെഡിസിൻ പോലും എടുക്കുന്നില്ലെന്ന്. അവർക്ക് വേദന ഒട്ടും ഇല്ലല്ലോ. അല്ലേ, കണ്ണെല്ലാം ഇങ്ങനെ പുഷ്ടി കൊണ്ട് ഉന്തി പോകുമല്ലോ, ഒതളങ്ങാ പോലെ ഇങ്ങനെ തള്ളി നിൽക്കുക. ഫ്രൈസുകൾ ഇവിടെ എന്തെല്ലാം 3 നേരം കഴിച്ചാലും ഉപവസിച്ചാലും ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല. അല്ലേ, ഇത് അങ്ങനത്തെ ഒരു കട്ടകാലം. ഇത് ഒട്ടന്മാരുടെ സൗഖ്യമാണ്. അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുന്നു. ദൈവത്തോട് സ്നേഹമില്ല, ദൈവദാസന്മാരോട് സ്നേഹമില്ല, ദൈവസഭയ്ക്ക് പ്രയോജനമില്ല. പക്ഷെ അവർക്കൊരു രോഗവും ഇല്ലല്ലോ. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ല മേൽ കഴിയത് വ്യർത്ഥമായി പോയല്ലോ. വിശുദ്ധിയോടെ ജീവിച്ചു, വേർപാടോടെ ജീവിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ആവോളം അധ്വാനിച്ചു, സമയം കൊടുത്തു, ആരോഗ്യം കൊടുത്തു, പണം കൊടുത്തു. ഇങ്ങനെ അങ്ങ് വിഷമമായിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന് പാട്ടും പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ല. പാസ്റ്റർക്ക് ടെൻഷനായി. കാരണം അന്നത്തെ വർഷിപ്പ് ലീഡർ വന്നില്ല. പാസ്റ്റർ പറഞ്ഞു, സാരമില്ല മോനെ, ഞാൻ ആരെങ്കിലും കൊണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ പാസ്റ്റർ ഇന്നലെ പാടുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇവിടെ കിടന്നുണ്ട് പാടാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ അന്നത്തെ പാട്ട് ദാവീദായിരിക്കും പാടിയതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് ആസാഫിന് തോന്നിയത്, ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, വിശ്വാസിയല്ലേ. കുറച്ചൊക്കെ കഴിയുമ്പം നമുക്കതിൻ്റെ കുറ്റബോധം. പുള്ളി പതുക്കെ വന്ന് ഏറ്റവും പുറകെ പോയെങ്കിരുന്നു. അങ്ങനെ അങ്ങോട്ട് പുറകെ ഇരുന്നിട്ട് സ്തോത്രം കണ്ണൊക്കെ അടച്ചപ്പോൾ ഒരു കാഴ്ച. പ്രൈസ് കൊടലിയ. ഈ ഞാൻ രാവിലെ പറഞ്ഞ ദൈവമില്ലാത്ത, ദൈവകൃപയില്ലാത്ത അപൂർത്തിയൊക്കെ ഹല്ലേലൂയ അവരൊക്കെ എവിടെ നിൽക്കുന്നു? വഴുവഴുപ്പ് നിൽക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയായി വഴുവഴുപ്പ് നിൽക്കത്തില്ല, ട്രെഡ്മില്ലെ കുറച്ച് ഗ്രീസ് വെച്ചിരുന്ന് അറിഞ്ഞാൽ മതി. ഹല്ലേലൂയ അവരൊക്കെ എവിടെ നിൽക്കുന്നു? വഴുവഴുപ്പി നിൽക്കും. ഹല്ലേലൂയ. പെട്ടെന്ന് ഇനി 23-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. എന്നിട്ടും ഞാൻ, സങ്കീർത്തനം 73:23 പറയുന്നത്, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. പെട്ടെന്ന് അവന് മനസ്സിലായി, ഇന്ന് ഞാൻ പാട്ട് പാടാൻ പറ്റിയില്ല, നല്ല മൂഡിലല്ല. ഞാൻ പറഞ്ഞു വരുന്ന പ്രാർത്ഥനയുടെ അർത്ഥമാണ്, ഹൃദയം നുറുങ്ങി തകർന്ന് ഒന്ന് ആരാധിക്കാൻ പറ്റാതെ, പാടാൻ പറ്റാതെ, സ്തോത്രം പറയാൻ പറ്റാതെ, 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയാൻ പറ്റാതെ, ശുശ്രൂഷിക്കാൻ പറ്റാതെ, മുറിഞ്ഞ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ ആവലാദികളുടെ കൂമ്പാരം അകത്തുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു, somebody is holding my right hand. ആരോ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ അതൊന്ന് അനുഭവിക്കാൻ പറ്റണം കേട്ടോ. Even in the deepest, darkest hour of your life, when everything seems to be blue before you, there you can see the warm touch of the Lord. അതിൻ്റെ നടുവിൽ നിങ്ങളുടെ കരത്തിൽ ആരോ പിടിക്കുന്നു. ആരോ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ തോളിലേക്ക് ആരോ കൈവെക്കുന്നത് അവന് മനസ്സിലായി. എൻ്റെ മുറിവ് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, എൻ്റെ വേദന ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, എൻ്റെ ദുഃഖം ഞാൻ ആരോടും പങ്കുവെച്ചില്ലല്ലോ. പക്ഷേ എൻ്റെ വേദന അറിഞ്ഞ് എനിക്ക് വേണ്ടി ഒരു വലം കൈ ഇറങ്ങി വന്നു. എൻ്റെ ഹല്ലേലൂയ, എൻ്റെ ദുഃഖം അറിഞ്ഞ് എനിക്ക് വേണ്ടി ഒരു വലം കൈ ഇറങ്ങി വന്നു. എൻ്റെ കണ്ണുനീർ അറിഞ്ഞ് അത് തുടയ്ക്കുവാൻ ഒരു വലം കൈ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് പകല് വ്യത്യസ്തമല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവ് അറിഞ്ഞിട്ട് ആ മുറിവിൽ തലോടുവാൻ നാം പാടിക്കഴിഞ്ഞല്ലോ. എൻ്റെ മുറിവിൽ തടലോടുവാൻ, എൻ്റെ ഹൃദയത്തെ തൊടുവാൻ എൻ്റെ യേശുവെ പോലെ ആരുമില്ല. ഇന്ന് പകൽക്കാലം I can see the outstretched arm of Jesus that's coming towards me. ഇന്ന് പകൽ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ വലങ്കരം. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എനിക്ക് കൈക്കൊള്ളും. ഹല്ലേലൂയ. അതെല്ലാം കൺഫേം ആയി കഴിഞ്ഞപ്പോൾ കിട്ടിയ പേപ്പർ എടുത്തുകൊണ്ട് അടുത്ത പാട്ട് എഴുതി. ദാറ്റ് ബിക്കം ദ ഗ്രേറ്റസ്റ്റ് വർഷിപ്പ് സോങ് എവർ ഐ ഹാവ് സീൻ ഇൻ ദ ബൈബിൾ. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ആരാധന ഗീതം അതാണ്. അടുത്ത വാക്യം, 25-ാം വാക്യം. ഫസ്റ്റ് പോർഷൻ എല്ലാവർക്കും കറക്റ്റാണ്. സ്തുതി ചെയ്യും മനമേ നിത്യവും ഹല്ലേലൂയ, ജീവനാഥനായ യേശുവെ വാഴ്ത്തുന്ന എന്നെ യേശു രാജനെ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സകല പാട്ടുമാണ്. 1-ാമത്തെ വരി, സ്വർഗത്തിൽ എനിക്ക്, അവിടെ വേറെ ആരുമില്ല, നമുക്ക് നല്ല ഉറപ്പാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. ഇത്രയും നാളും എനിക്കത് വലിയ കൺഫേം ആയിരുന്നു. പക്ഷേ 2-ാമത്തെ വരി ഇന്ന് തൊട്ട് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഭൂമിയിലും നിന്നെയല്ല ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്നലെ വരെ ഞാൻ പലതും ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് മുറിഞ്ഞു പോയത്.
ഇന്നലെ വരെ ഞാൻ പലരുടെയും മുഖത്ത് നോക്കി, അവർ മുഖം തിരിച്ചത് കൊണ്ടാ എൻ്റെ ഈ ആരാധനയ്ക്ക് ക്ഷീണം പറ്റിയത്. ഇന്നലെ വരെ ഭാര്യയെ നോക്കി, മക്കളെ നോക്കി, മരുമക്കളെ നോക്കി, കുടുംബത്തെ നോക്കി, സഭക്കാരെ നോക്കി. when I see hallelujah their swollen face, അവരുടെ മുഖം കണ്ടപ്പോഴാ എൻ്റെ ആരാധന മുടങ്ങിയത്. പക്ഷെ ഇന്ന് ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു, ഭൂമിയിലും നിന്നെയല്ല. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഇത് കൺഫ്യൂസ് ചെയ്ത് പറയാൻ പറ്റും? The tune of your worship will change. The attitude of your worship will change. The altitude of your worship will change. ഇന്ന് പകൽക്കാലം ഹൃദയം തുറന്നു പറഞ്ഞാട്ട്, ഈ ഭൂമിയിൽ അങ്ങല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നിന്നെ മാത്രം, നിന്നെ മാത്രം, നിന്നെ മാത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ സുഖത്തിൽ ഞാൻ അങ്ങേ മാത്രം, എൻ്റെ രോഗത്തിൽ അങ്ങേ മാത്രം, എൻ്റെ നിന്ദയിൽ അങ്ങേ മാത്രം, എൻ്റെ കഷ്ടത്തിൽ അങ്ങേ മാത്രം. അങ്ങല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയം അതിന് നന്ദി പറയാൻ പറ്റുമോ? എൻ്റെ മുറിവുണക്കുന്ന ഒരു കരം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ മുറിവിനെ യേശു ഉണക്കുകയാണ്. കാരണം അങ്ങല്ലാതെ വേറെ ആരും എനിക്കില്ല എന്ന ഉറപ്പോടെ ദൈവത്തെ ആരാധിപ്പാൻ എത്ര പേർ ഇന്ന് രാവിലെ ആത്മാവിൽ തയ്യാറാകും? ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥം ചൊല്ലിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഇന്ന് രാവിലെ ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും ഹൃദയത്തിൻ്റെ നുറുക്കം അറിയുന്ന ഒരുവൻ എൻ്റെ അടുക്കലുള്ളത് കൊണ്ട്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മനസ്സ് വാടുമ്പോൾ, ഹല്ലേലൂയ, ഈ ബർത്തിമായിയെ പോലെ അനേകർ വാപത്തി മിണ്ടരുതേ മിണ്ടരുതേ എന്ന് ശാസിക്കുമ്പോൾ അവനോ അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥന നിർത്തരുത്. തുടർമാനം പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. യഹോവയുടെ വാതിക്കൽ കാവൽക്കാരായി ഇരുന്നു കൊണ്ട്, ആലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന തുടർന്നോ. ഈ ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങളെ വലം കൈക്ക് പിടിച്ചവൻ, നിങ്ങളെ ആലിംഗനം ചെയ്യുന്നവൻ നിങ്ങളുടെ അടുക്കലുണ്ടെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകും. സമയം മുന്നോട്ട് പോകുന്നുവല്ലോ. നമ്മുടെ പ്രാർത്ഥനയുടെ 4ാമത്തെ ഭാഗം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? മറന്നുപോയത് അറിയാൻ വേണ്ടി. ഏതൊക്കെയായിരുന്നു 3 പ്രാർത്ഥിച്ചു? ഒന്ന് സൈലന്റ് പ്രയർ, ഒന്ന് ലിപ്സ് മൂവിങ് പ്രയർ ഓഫ് പ്രൈസിങ്, സ്തുതിക്കുന്ന പ്രാർത്ഥന. 3ാമത്തത് മോർണിംഗ്, വിലാപം അല്ലേ. 4ാമത്തത് സപ്ലിക്കേഷനാണ്, യാചന. നാണമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ നാട്ടിലെ യാചകരെന്നൊക്കെ കേട്ടില്ലേ? യാചകരെന്ന് യാചകരെന്ന് പറയാൻ എന്താ? രാവിലെ സൂട്ടും കോട്ടും ടൈയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് മേഴ്സസ് പിന്നെ നമ്മുടെ വീടിൻ്റെ വാതിൽ ഇറങ്ങിയിട്ട് ഹല്ലേലൂയ പിരിവ് നടത്തുന്നവരാണ് യാചകരല്ല. പിന്നെ ആരാ യാചകര്? യാതൊരു നാണവും ഇല്ലാതെ അവരുടെ ആവശ്യത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ആരാ മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും ഓർക്കാതെ ചോദിക്കുന്നവരാണ് യാചകർ. ദൈവസന്നിധിയിൽ വരുമ്പോൾ യാചിക്കുക എന്ന് പറയാൻ യാചകരാകണമെന്നല്ല, നമ്മുടെ അവകാശമാണ്. യാചകരെന്ന് പറയുമ്പോൾ നമ്മളവിടെ താഴ്മയാണ്. ഈ യാചകരുടെയൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു എളിമയുണ്ടല്ലോ. അപ്പ അമ്മ എന്ന് കൂടുതൽ തമിഴ് ഭാഷ അവർ ഉപയോഗിക്കുന്നത്. അപ്പ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു തമിഴുണ്ടല്ലോ. അല്ല, പുറത്തിറങ്ങുമ്പോൾ ഒരു വേറെ രീതിയിലാണ് പോകുന്നത്. എന്നാലും ആ പറയുമ്പോൾ, പക്ഷെ ദൈവസന്നിധിയിൽ താഴ്മയോടെ വേണം പ്രാർത്ഥിക്കാൻ. സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ we need to make a prayer known to God with humility and gentleness and humbleness. താഴ്മയുള്ളവർക്കേ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ. ദൈവം നിഗളികളോട് God resist the pride എന്നാണ് പറയുന്നത്. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? കൃപ കിട്ടാൻ വേണ്ടി 23 സപ്പോസിക്കൊന്നും വേണ്ട കേട്ടോ. അയ്യോ, നല്ല കൃപയുള്ള ദൈവദാസൻ. നിങ്ങൾ ഓർക്കുന്ന ഈ കൃപയുള്ള ദൈവദാസൻ എന്ന് പറയുമ്പം അലറിക്കേറി പ്രസംഗിച്ച് ശാസിച്ച് ഇവിടെ എല്ലാം തുപ്പിൽ തെറിപ്പിച്ച് മോയിസ്റ്റ് ചെയ്ത് അല്ല. താഴ്മയുള്ളവരാ കൃപയുള്ളവർ. താഴ്മയുള്ളവരാ. പ്രൈസ് കൊടലിയ. കൃപ തരുന്നത് താഴ്മയുള്ളവർക്കാണ്. കൃപയുടെ വരങ്ങൾ വിനയത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ താഴണം. ഞാൻ ആരാന്നറിയാമില്ല, ഞാൻ ആരും അല്ലെന്നറിയണം. ഹല്ലേലൂയ. എവിടെങ്കിലും ഞാനെന്നൊരു പദം ഉയർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവകൃപ വരത്തേയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ ഞാനെന്ന് പറയാൻ അവകാശമുള്ളൂ, അത് ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ. അതാണ് ഹോരേബിന്റെ പർവ്വതത്തിന് മുകളിൽ കത്തുന്ന മുൾപ്പടപ്പിന്റെ മുമ്പിൽ മോശയ്ക്ക് ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നു. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ. ആ ഷൂസിനകത്ത് വേറെ ആർക്കും കയറാൻ പറ്റത്തില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു. പിന്നെ ഒരു പ്രാവശ്യം പൗലോസ് ഇങ്ങനെ കുത്തിക്കുറിച്ച് എഴുതി വെച്ചു, ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു, ഞാൻ ഏറ്റവും പട്ടിണി കിടന്നു, ഏറ്റവും അടി കൊണ്ടു, പലവട്ടം കപ്പൽ ഛേദം, പലവട്ടം ഉറക്കളപ്പ്, നഗ്നത, ആപത്ത്, വാള്, കൂട്ടുസഹോദരന്മാരുള്ള കഷ്ടപ്പാട്, കപ്പൽ ഛേദം, കരയിലെ ആപത്ത്, ഇതെല്ലാം എഴുതിയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ പറഞ്ഞു, ഇത്രേ എഴുതുന്നുള്ളെങ്കിൽ കേരളത്തിലെ മലയാളി പെന്തക്കോസുകാർ ജനിക്കുന്ന കാലഘട്ടത്തിൽ അവരിതും പറഞ്ഞു നടക്കും. ഞാൻ ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടു, ഞാൻ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടു, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ആയിരുന്നെന്ന്. അതുകൊണ്ട് ഞാനെന്നുള്ള പദത്തിൻ്റെ കൂട്ടത്തിൽ പൗലോസെ ഇതും കൂടെ ചേർത്ത് എഴുതുക, എങ്കിലും ഞാനാകുന്നത് കൃപയാലാകും. ഹല്ലേലൂയ. കൃപ എന്ന വാക്ക് ചേർക്കാതെ നമ്മുടെ ഒരു അനുഗ്രഹവും പറയരുത്. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. ഇത് കുഞ്ഞുങ്ങളെ നോക്കി പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഭാര്യ ദൈവത്തിൻ്റെ ദാനമാണ്, ഭർത്താവ് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്ന കൂട്ടായ്മ, ഇതെല്ലാം ഹല്ലേലൂയ. കൃപ 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 എന്ന് ആർത്തുകൊണ്ട് വേണം ഒരു ദൈവബദലി മണ്ണിൽ ജീവിക്കുവാൻ. ആരൊക്കെ വിനയപ്പെട്ട് ആദരം തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെ ദൈവം ഉയർത്തിയിട്ടുള്ളെന്ന്. ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ ആരാ? അത് യോഹന്നാൻ സ്നാപകനാണ്. തൻ്റെ പ്രസംഗത്തിൻ്റെ ആഴം വലിയ തീവ്രമായിരുന്നു. അനേകരെ ഹല്ലേലൂയ മാനസാന്തരത്തിലേക്ക് നയിച്ച് യോർദാന്റെ തീരത്ത് കൊണ്ടുവന്ന് മാനസാന്തര സ്നാനം കൊടുത്ത്, എന്തിനേറെ പറയുന്നു, യേശുവിനെ പോലും ചൂണ്ടിക്കാണി കൊടുക്കത്തക്കവണ്ണം ഹല്ലേലൂയ യേശുവിൻ്റെ മുൻഗാമിയായി മരുഭൂമിയിലെ ദൈവ ശബ്ദമായി ഇറങ്ങി വന്ന യോഹന്നാൻ. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും അടുപ്പാൻ എനിക്ക് സമ്മതിക്കണം. നമുക്ക് ഹല്ലേലൂയ ഐ ആം ദ ലീസ്റ്റ് എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാകണം. നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട മാനസാന്തരമൊക്കെ ഞങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ലെറ്റ് ഗോഡ് ബ്രേക്ക് മീ എന്നൊക്കെ പറയണം. ഹല്ലേലൂയ. നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിടുതൽ ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ ഹല്ലേലൂയ മണ്ണായി നമ്മൾ മാറുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തുന്ന പരുവത്തിൽ ഞാൻ സമർപ്പിക്കപ്പെട്ടു എന്നതായിരിക്കട്ടെ. 21 ദിവസത്തെയോ 14 ദിവസത്തെയോ പ്രാർത്ഥന കഴിയുമ്പോൾ സഭയുടെ സ്വപ്നം എന്ന് പറയുന്നത്, എവ്രി വൺ ഇൻ ദ സാങ്ച്വറി ഫ്രം ദ ലിറ്റിൽ വൺ ദ ഓൾഡർ വൺ ദേ yielded themselves to the hallelujah hand of the Lord. ദൈവത്തിന് മുമ്പിൽ വിനയപ്പെട്ടുവെന്ന്. ഭർത്താവിന് കീഴ്പ്പെടുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ, ഇതൊക്കെയാ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു, ഞാൻ ഏറ്റവും ചെറിയവനാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. വേറൊരുത്തൻ പറയുന്നത് സെഞ്ചൂറിയനാണ്, അധികാരമുള്ളവനാണ്. പ്രൈസ് ഗോഡ്. അവൻ പറയുകയാണ്, യേശുവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവൻ യോഗ്യനാണ്, ഇവൻ പള്ളി പണിത് കൊടുത്തവൻ. ഇവൻ എന്ത് കൊടുത്തു? പള്ളി വെച്ച് കൊടുത്തു. ഇവനാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നാട്ടുകാർ പറയുന്നതല്ല യോഗ്യത, നമ്മൾ തന്നെ അറിയണം. യേശു വീടിനടുക്കിലേക്ക് വന്നപ്പോൾ അവൻ പറയുന്നു, ഗുരു നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ അധികാരമുള്ളവർ പറയുന്നു. ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പറയുന്നു എനിക്ക് യോഗ്യതയില്ലെന്ന്. യേശു പറഞ്ഞു, ഇസ്രായേൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഇനിയും യൗവനക്കാരുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മുടിയൻ പുത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ മനുഷ്യൻ പറയുന്നു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനിയും നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അപ്പൻ ആലിംഗനം ചെയ്ത് അകത്ത് കയറ്റി പുതു വസ്ത്രം കൊടുത്ത് മോതിരം കൈ കൊടുത്ത് കാലിന് ചെരുപ്പിട്ട് കാളയർത്ത് വിരുന്നൊഴുക്കി ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ആദരവ് കിട്ടത്തുള്ളൂ. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലനായ പൗലോസാണ്. 1 കൊരിന്ത്യർ 15:9 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി വെച്ചു, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. ഐ എം നോട്ട് വർത്തി ടു ബി കോൾഡ് ആൻ അപ്പോസ്റ്റൽ ബിക്കോസ് ഐ ഹാവ് പെർസിക്യൂട്ടഡ് ദ ചർച്ച്. അല്ല, എൻ്റെ പഴയ കാലം ഓർത്താൽ എനിക്കൊരു യോഗ്യതയില്ല. ലോകം കണ്ട അപ്പോസ്തലനായ ദൈവനെ മാറ്റിയത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമ്മൾ യോഗ്യതയില്ലെന്ന് സമ്മതിക്കണം. എല്ലാവരുടെ മുമ്പ് എഴുന്നിട്ട് ഞാൻ ആ മിടുക്കൻ, എന്നെ കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഉള്ളൂ, ഞാൻ ഇതൊന്നും പറയരുത് ദൈവമക്കളെ. നമ്മൾ വെറും പൊടിയാണെന്ന് സമ്മതിക്കും. എങ്ങനെ സമ്മതിക്കണം? ഉറക്കെ പറഞ്ഞാണ്. നിങ്ങൾക്കേ അത് പറയാൻ പറ്റുള്ളൂ ഈ ലോകത്തിൽ, വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നും. ഞാൻ ഇവിടെ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഞാൻ ഏഴയാണ്, പൊടിയാണ്, കൃമിയാണെന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അത് കേട്ടോണ്ട് അങ്കിൾ വന്ന് പറയുകയാണ്, കർത്താവെ ഈ പൊടിയോട്, ഈ കൃമിയോട്, ഏഴയോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. നമ്മൾ പറയും, വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അന്നേരത്തെ സ്വഭാവം
മാറും. നമ്മൾ പറയും ഞാൻ പൊടിയാണ്, അല്ലെങ്കിൽ എപ്പോഴും പൊടിയെന്ന് പറയുമ്പോഴും വടി പോലെ നിൽക്കുന്നത് പൊടിയാണ്, കൃമിയാണെന്നൊക്കെ പറയുമ്പോൾ വേറെ ആരെങ്കിലും നിങ്ങളെ അയ്യോ കഴിഞ്ഞ ആഴ്ച അല്ലെ ചാക്കോച്ചൻ സാക്ഷ്യം പറഞ്ഞു അച്ഛൻ കൃമിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൃമിയായ ചാക്കോച്ചനോട് കരുണ കാണിക്കണമേ, കർത്താവേ പൊടിയായ സാറാമ്മയോട് കരുണ കാണിക്കണമേ, ഏഴയായ കുഞ്ഞമ്മയോട് ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ സഭയെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ദൈവം വിളിച്ചു പുഴുവായ യാക്കോവേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നാം പൊടി എന്നവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. ദൈവത്തിനറിയാം ഞാൻ ഇവിടെ നിന്ന് എത്ര ഞെളിഞ്ഞ് നിന്നാലും ഇതൊരു പൊടിയാണ്. കാരണം ഒരു തുള്ളി വെള്ളം വീണാൽ അലിയുന്ന, ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന, എൻ്റെ കയ്യിലെടുത്തത് കൊണ്ട് മാത്രം ഇവന് രൂപം കിട്ടി, ഭാവം കിട്ടി. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് സപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധി വന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിച്ചോണം. എനിക്ക് ഒരു യോഗ്യതയില്ല, ഒരു അർഹതയില്ല. കർത്താവേ എവിടാ ഞാൻ കിടന്നത്, എനിക്കൊരു അർഹതയില്ല, ദൈവമാണ് ഇത്രത്തോളം തന്ന. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ വരണം. പ്രാർത്ഥിക്കുന്നവരറിയണം എനിക്ക് അർഹതയില്ല, പക്ഷെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്നെ ആദരിച്ചെന്നറിയണം. ഹല്ലേലൂയ. ആറാമത്തെ സ്തോത്രം ഹല്ലേലൂയ. അഞ്ചാമത്തെ സിസ്റ്റമാറ്റിക് പ്രെയറാണ്. അത് ഈ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ സാഹചര്യം അറിഞ്ഞ് ഇന്നലെ ഞാൻ പറയണക്ക് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം. അല്ലേ, ശിശുപ്രതിഷ്ഠയുടെ സമയത്ത് വേൾഡ് ഇവാഞ്ചലിസത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. മുമ്പിൽ ആഹാരം വെച്ച് വിളമ്പിയിരിക്കുകയാണ്, ദൈവദാസ ഒന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്താണെന്ന് പറയുമ്പോൾ ഉടനെ ഇന്ത്യയിലെ 29 സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതൊന്നും ആത്മാവിലല്ല, ബുദ്ധി കൊണ്ടാണ്. പൗലോസ് പറഞ്ഞ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ കണക്ക് സാഹചര്യം അറിഞ്ഞു വേണം. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചില്ല, മരിക്കാൻ കിടക്കുമ്പോഴും കർത്താവെ വിടുവിക്കണമെന്ന് എന്ത് ചെയ്യാവും, പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പഠിക്കണം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ ഭാഗം വിടും. ആറാമത്തെ ശബ്ദം, നമ്മുടെ വോളി ഇപ്പം ആറാമത്തെ വോളിയം വരെ എത്തിയിട്ടുണ്ട്. ക്രൈങ് അല്ലെങ്കിൽ നിലവിളി എന്നാണ്. നിലം മറന്ന് ചില സമയത്തൊക്കെ നമുക്ക് അകത്ത് ഒതുക്കാൻ പറ്റാത്ത വിഷമമൊക്കെ വാ തുറന്ന് അയ്യോ യഹോവേ എന്ന് നിലവിളിക്കണം. നമ്മുടെ നിലവിളിക്ക് ദൈവം എപ്പോഴും ശ്രദ്ധയുണ്ട് കേട്ടോ. കണ്ണുനീര് വരണം. ദൈവമക്കൾക്ക് കണ്ണുനീര് കുറഞ്ഞു പോകും, ദൈവസഭയ്ക്ക് കണ്ണുനീര് കുറഞ്ഞു പോകും. ഹല്ലേലൂയ. കരച്ചിലെങ്കില്ല ദൈവം നമ്മളോട് അലിവ് തോന്നി. ചില ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആർട്ടിഫിഷ്യൽ ടീയേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഹൃദയം ഉറക്കത്തോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. 40-ാം സംഘത്തിന് 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ടുപോയായിരുന്നു, പക്ഷേ ആ നിലവിളിയെക്കുറിച്ച് ഞാനൊന്ന് വ്യാഖ്യാനിക്കത്. 40-ാം സങ്കീർത്തനം 1-ാം വാക്യം തൊട്ട് ഐ ആം പേഷ്യൻ്റ്ലി വെയിറ്റഡ് ഫോർ ദ ലോർഡ്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന. രാജാവായി കഴിഞ്ഞ് എഴുതിയതാണ്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം ആഴമുള്ള കുഴിയും കുഴഞ്ഞ ചേറ്റിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. നിങ്ങൾക്ക് ഈ എത്ര മണി വരെ ഇരിക്കാനുള്ള ക്ഷമയുണ്ടെന്ന്? എത്ര മണി വരെ ഇരിക്കാനുള്ള ക്ഷമയുണ്ടെന്ന് ഇന്ന് ഈ മീറ്റിങ്ങിന് രാവിലെ? സത്യമായിട്ട് പറയണം, തുറന്നു. എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ പറയും പാസ്റ്റർ 12:55 കഴിയുമ്പോൾ നിർത്തിക്കണം. ഞാൻ അങ്ങനെ പറയാം. അപ്പോൾ കാരണം നമുക്ക് ഈ പേഷ്യൻസ് കുറവാണല്ലേ, ക്ഷമ കുറവാണ്. സ്തോത്രം. നാട്ടിലൊക്കെയാണ്, ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാച്ചൊക്കെ ഇങ്ങനെ പൊക്കി കണ്ട ആൾക്കാർ. നമ്മളെ അല്ല, അവർ സമയം നോക്കുന്നത്. നമ്മൾ പാസ്റ്റർ മനസ്സിലാക്കിക്കോണം, സമയം ആയതാണ്. പഴയ കാലത്ത് വലിയ വാച്ചല്ല, ഇങ്ങനെ കുലുക്കിയൊക്കെ ഒന്നും ഇങ്ങനെ പൊക്കി നോക്കും. പക്ഷെ പണ്ട് ജോർജ് വെർവർ എന്ന് പറയുന്ന OM-ൻ്റെ സ്ഥാപകൻ്റെ ഒരു മീറ്റിങ്ങിന് ഇതുപോലെ പുള്ളിയെങ്കിലും മിഷനറി ദൂത് പറഞ്ഞു മണിക്കൂർ 1.5 ആയി. അത് നിർത്തുന്നില്ല. സാഹിബിനാകെ റിട്ടയർഡായപ്പോൾ ഒരുത്തൻ ഇങ്ങനെ വാച്ച് പൊക്കി കാണിച്ചപ്പം ജോർജ് വെർവർ പറഞ്ഞു, ഇന്നത്തെ ശുശ്രൂഷയുടെ ഒരാൾ വാച്ച് സമർപ്പിച്ചിരിക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ കണക്ക് അല്ലേ. ചിലരൊക്കെ ബൈബിളൊക്കെ സിപ്പിനകത്തോട്ട് വെച്ചിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി കേൾപ്പി, ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അല്ലേ. ഇവിടെ പറഞ്ഞു നമുക്ക് ക്ഷമയില്ല. പക്ഷേ ഡോക്ടർ ഓഫീസിൽ പോയി എത്ര മണിക്കൂർ വേണേലും ഇരിക്കും. എയർപോർട്ടിൽ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല, എത്ര മണിക്കൂർ വേണേലും ഫ്ലൈറ്റ് വരുന്ന. പക്ഷേ ദൈവകാര്യം വരുമ്പോൾ നമുക്ക് എന്തോ ഇല്ല. ഒരു പാട്ടൊന്ന് കൂടിപ്പോയാൽ, ഒരു പ്രാർത്ഥന ഒന്ന് നീണ്ടുപോയാൽ, ഒരു പ്രസംഗം ഒന്ന് നീണ്ടുപോയാൽ, ഒരു വിഷയം ഒന്ന് പോയാൽ നമുക്ക് അസ്വസ്ഥത ഭയങ്കര. അതിനെ പറയുന്നില്ല, ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം, ഒരു ഇൻസൈഡിലൊരു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകത്തില്ല ദൈവസന്നിധിയിൽ നമ്മൾ. കാരണം വി ആർ നോട്ട് ട്രെയിൻഡ് ഫോർ ദാറ്റ്. നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുടെ സൈക്കോളജി ഒക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് 20 മിനിറ്റ്സിക്കുള്ളവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അതുകൊണ്ട് ഇവരിവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിടന്നിട്ട് തലകുത്തി മറിഞ്ഞാൽ നമ്മളൊന്നും പറയാത്തതിൻ്റെ കാരണം 20 മിനിറ്റ് കഴിഞ്ഞ് അവരുടെ കൺട്രോള് പോയി. നമുക്കില്ലല്ലോ. പിന്നെ നമുക്കൊരു 45 മിനിറ്റാണ്. 45 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അസ്വസ്ഥരാണ്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല, കാരണം അത് പോയി, നമ്മുടെ പിടിവിട്ട് പോയി. പിന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ചത്താലും എന്ത് ചെയ്യത്തില്ല,
മറക്കത്തൂര്. എന്തൊരു കൃപയാണ്, അതൊരു വേറെ കൃപ. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാഹചര്യം ഇതാണ്, അല്ലല്ലേ? ഇവിടെ ഇരുന്നു കൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഞാൻ ദാവീദിനോട് ചോദിക്കുന്നു, സാറേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുമ്പം അങ്ങ് അസ്വസ്ഥരാവല്ലോ. ആർ യു നോട്ട് ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ഗോഡ്? ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാൻ അങ്ങക്കൊരു മടിയില്ല. അപ്പോൾ ദാവീദ് എന്നോടൊരു കഥ പറഞ്ഞു. ആ കഥ പറഞ്ഞ് ഒരു വാക്കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ദാവീദ് പറഞ്ഞ കഥ ഇതാണ്, പാസ്റ്ററെ, എൻ്റെ ചരിത്രം അറിഞ്ഞാൽ ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കും. നാം നമ്മുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ മനസ്സ് മടുത്തു പോകുന്നത്. 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ എല്ലാവരെക്കാൾ സൗന്ദര്യമുള്ളവൻ പൊക്കമുള്ളവനായ ശൗലിനെ മാറ്റിയിട്ട് പകരം ഒരു രാജാവിനെ വേണമെന്ന് ദൈവം ആവശ്യപ്പെട്ട് തൈലക്കൊമ്പിൽ അഭിഷേക തൈലവും നിറച്ചുകൊണ്ട് ബേത്ലഹേമിലെ ഇശായിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ശമൂവേൽ പ്രവാചകൻ. ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ, അവരുടെ മക്കളിൽ ഒരുവനെ ഞാൻ ആരായി കണ്ടിട്ടുണ്ട്? രാജാവായി കണ്ടിട്ടുണ്ട്. പേരും കൊടുത്തില്ല, അഡ്രസ്സും കൊടുത്തില്ല, വീട്ടുപേര് മാത്രമേ പറഞ്ഞു. അതുകൊണ്ട് ഇശായിക്ക് 8 ആൺമക്കളും കുറേ പെൺപിള്ളേരും ഉണ്ട്. ഇശായിയുടെ നോട്ടീസ് കൊടുത്ത് ഈ നോട്ടീസ് മുഖാന്തരം അറിയിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു ഉപവാസപ്രാർത്ഥന നടക്കുന്നുണ്ട്, മക്കളെല്ലാവരും അവിടെ കാണണമെന്ന് പറഞ്ഞു. രാവിലെ ഉപവാസപ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എല്ലാവരും ഉണ്ട്, 7 പേരും ഉണ്ട്. ആര് മാത്രം അവിടെ ഇല്ല? ദാവീദില്ല. കാരണം അപ്പച്ചൻ ഓർത്ത്, കാരണം ഇവനെയും കൊണ്ട് എന്തിനു പറ്റത്തില്ല, എന്തിനും കൊള്ളത്തില്ല, കാരണം ഈ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കേണ്ട, പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞു. ഞാൻ വിഷയത്തിൽ വരികയാണ്. അങ്ങനെ അവിടെ വന്നു, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ തുടങ്ങി. പാസ്റ്റൊക്കെ പാട്ട വർഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അഭിഷേകം നടക്കാൻ പോവുകയാണ്. അപ്പച്ചൻ ഇങ്ങനെ ഓരോരുത്തരും പട്ടാളത്തിൽ 3 ഇവിടെ ജോലി പട്ടാളത്തിലാണ്. ഏലിയാബ് ഷമ്മ അഭിനാദാബ് ഒക്കെ പട്ടാളത്തിൽ ലീവ് എടുത്താൽ വന്നിരിക്കുന്നത്. ഡിഫൻസിൽ നിന്ന് ലീവ് കിട്ടണമെങ്കിൽ അറിയാലോ, നിങ്ങൾ ജോലി ചെയ്തവരാണല്ലോ, ബുദ്ധിമുട്ടാണ്, കൊണ്ടിരുത്തിയേക്കുക. പക്ഷേ ദൈവം ആരെയും തിരഞ്ഞെടുത്തില്ല. എല്ലാവർക്കുള്ള ചോറും സാമ്പാറും പുറത്ത് വേകുന്നതുമുണ്ട്. അപ്പോഴാണ് വന്ന വിസിറ്റിംഗ് പാസ്റ്റർ അങ്ങോട്ട് കയറി ചോദിച്ചു, മക്കളെല്ലാവരും 1 ശമൂവേൽ 1:10 വാക്യമാണ്, 1 ശമൂവേൽ 16:10, മക്കളെല്ലാവരും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ചാനൽ ചോദിക്കുന്നത് എത്ര മക്കളുണ്ട്? 3 മക്കൾ. പിന്നെ എടുത്ത് ചോദിക്കണ്ടേ, 3 ഉള്ളൂ എന്ന് ചോദിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരു കാര്യമില്ല. മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെ വിളിച്ചിരിക്കണം? മക്കളെല്ലാം വിളിച്ചിരിക്കണം. ഇവിടെ 7 നിരത്തി നിർത്തിയിട്ടും കുളിച്ച് കുട്ടപ്പന്മാരെ എനിക്ക് ആരെയും തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് വന്ന ആൾ ചോദിക്കുന്നു, നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ? അന്നേരം ശമൂവേൽ പറഞ്ഞു, ഈ അപ്പം മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, സഹോദരന്മാരെ സഭയിലെ കമ്മിറ്റിക്കാരെല്ലാം മൂപ്പന്മാരെല്ലാം വന്നിരിപ്പുണ്ട്, ആരും പറഞ്ഞില്ല ഇവിടെ കൊച്ചുമോനെ ഉണ്ടെന്ന്. ദൈവാത്മാവ് ചോദിച്ചോ പറഞ്ഞു, ഉണ്ട്, ഇളയ ഒരുത്തനുണ്ട്, അവൻ ഇവിടെ ആയിരിക്കുന്നു. കഥ പറയാനല്ല വന്നത്, ഒരു ദൂത് പറയാം. അതിൽ കൂടെ അവിടെ ശമൂവേൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവൻ വന്നിട്ടല്ല, ഹല്ലേലൂയ, അവൻ വന്നിട്ടല്ലാതെ ഇവിടെ പന്തിക്ക് ആളിരിക്കത്തില്ല. ഇത്രയുള്ള അർത്ഥം. ഹല്ലേലൂയ. ഇനിയും അപ്പം തന്നെ ഇവർ എവിടാന്ന് അറിയത്തില്ല. നമുക്കറിയാമല്ലോ, പഴയ കാലത്തെ ആട് മേയ്ക്കാൻ പോകുമ്പോൾ സഹോദരന്മാരെ യോസഫിനെ തിരക്കി ശേഖേമിൽ ചെല്ലുമ്പോൾ പുള്ളി എവിടെ പോയിരിക്കും? ദോതാനി പോയിരിക്കും. അന്നത്തെ കാലത്ത് പുല്ലുള്ളതനുസരിച്ച് സ്ഥലം മാറും. ഇവൻ എവിടെ ആട് മേയ്ക്കുന്ന ആർക്കറിയാൻ പറ്റും? ഇന്നത്തെ പോലെ വണ്ടി ഉണ്ടോ പോകാൻ, സെൽഫോൺ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടുന്ന് ഒരാൾ പോകണം, കണ്ട് കിട്ടണം, പിടിച്ചുകൊണ്ട് വരണം, എന്നിട്ട് എന്ത് നടക്കത്തുള്ളൂ? ആഹാരം വിളമ്പത്തുള്ളൂ. അപ്പം ഇത്രയുള്ള അർത്ഥം ദൈവമക്കളെ, എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ ഞാൻ കാത്തിരിക്കും. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ എവിടാണെന്ന് അറിയാതെ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ മറന്നുപോയപ്പോൾ ഞാൻ ഇരിക്കുന്ന കാടിൻ്റെ ഉള്ളറ അറിഞ്ഞ് എനിക്ക് വേണ്ടി ആളയച്ചെന്നെ വരുത്തി എനിക്ക് വേണ്ടി കാത്തിരുന്ന, എൻ്റെ വീട്ടിലെ വിരുന്നിൽ എനിക്ക് വേണ്ടി കാത്തിരുന്ന, എനിക്ക് അഭിഷേകം ചെയ്യുവാൻ കാത്തിരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ആയുസ് മുഴുവൻ ആ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഹല്ലേലൂയ. സഹോദര സഹോദരി, ഹൃദയം നിറഞ്ഞ നന്ദിയോടെ പറയുന്നു, കാണാതെ പോയ ഇസ്രായേലിലെ ആടുകളല്ലായിരുന്നു നാം. ഒരു കണ്ണിനും ദയ തോന്നാതെ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ, വാഗ്ദത്തത്തിൻ്റെ സകല നിയമങ്ങൾക്കും അന്യരായി പരദേശികളായി, ഈ ലോകത്തിൽ ഏതുമില്ലാതെ കോപപാത്രങ്ങളായി, പുറംപാത്രങ്ങളായി കിടന്ന നമ്മെ തേടി ദൈവപുത്രൻ ഇറങ്ങി വന്നല്ലോ. എന്നെ തേടി നഗരം വിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രന് വേണ്ടി എൻ്റെ ആയുസ് മുഴുവൻ ഞാൻ കാത്തിരിക്കുമെന്ന് എനിക്കായി കരുതുന്ന കർത്താവിന് വേണ്ടി, എന്നെ ആലിംഗനം ചെയ്യുന്നവന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് എന്ന് രാത്രി തീരുമാനിച്ചാട്ട് നിലവിളിച്ചാട്ട് അവൻ എനിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ മറുപടിക്കായി ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. യോബിന്റെ പ്രസ്താവന വീണ്ടും ആവർത്തിക്കുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അതിന് മാറ്റമില്ല. ഇന്ന് രാവിലെ നിലവിളി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സമയത്തോളം കാത്തിരിക്കാന്ന എൻ്റെ ആവേശമല്ല, എൻ്റെ ആഗ്രഹമല്ല നടക്കേണ്ടത്. ദൈവഹിതം മാത്രം ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തിൽ നടക്കണം. അതിനുവേണ്ടി കണ്ണുനീരോടെ, അപേക്ഷയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ഞാൻ കാത്തിരിക്കും. ഹല്ലേലൂയ. തടസ്സങ്ങളുടെ കൂമ്പാരം മുമ്പിൽ വരുമ്പോൾ
നിലവിളിച്ചു തുടങ്ങിക്കോ. മനുഷ്യരോടല്ല, ദൈവത്തോട്. ഈ കുരുടൻ ബർത്തിമായി അവനോ അധികം നിലവിളിച്ചു. ഇന്നലത്തേക്കാൾ ഇന്ന് രാവിലത്തെ നിലവിളിയുടെ ഒച്ച കൂടണം കേട്ടോ. കാര്യം നടന്നെന്നോർത്തുകൊണ്ട്, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്നോർത്തുകൊണ്ട് പിന്മാറിപ്പോകല്ലേ. ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെന്നോർത്തുകൊണ്ട് മനസ്സ് മടുത്തു പോകല്ലേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ചൂട് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിലവിളിയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഒരു അവസാന ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ 7ാമത്തെ വോളിയം. Now we are standing with the topmost volume. We started from the minimum volume, the silent prayer. We have gone through all the volumes of the prayer. Now we reached the topmost volume. ഏറ്റവും ഉച്ചത്തിലുള്ള പ്രാർത്ഥന. 77-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് നിലവിളിക്കും. ഹല്ലേലൂയ. ഇത് സ്തോത്രം. ആദ്യമേ പറഞ്ഞ സ്തുതിയല്ല, ഇത് നന്ദി പറയുന്ന പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് താങ്ക്സ് പറഞ്ഞു. ഹല്ലേലൂയ. നന്ദി ഇല്ലാത്ത ഒരു ആത്മീയ ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലാബാന്റെ നന്ദികേട് പ്രസിദ്ധമാണ്. യാക്കോബ് വന്നതിന് ശേഷമാണ് ഈ ലാബാൻ ഇത്രയും അഭിവൃദ്ധി ഉണ്ടായത്. പക്ഷേ യാക്കോബിനെ ലാബാൻ മറന്നു കളഞ്ഞു. യോസഫിനെ സഹോദരന്മാർ മറന്നു കളഞ്ഞു. ലോകത്തിൽ എത്രയോ പേര് നന്ദികേട് കാണിക്കുന്നു. ഫറവോന്റെ പാനപാത്രവാഹകൻ യോസഫിനെ മറന്നു കളഞ്ഞു. നന്ദിയില്ലാത്ത ലോകത്തിൽ നാമെങ്കിലും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിച്ചാട്ടെ. എല്ലാ പുസ്തകവും അടയ്ക്കാണ്. ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു എവരി വൺ. ദൈവത്തിന് നന്ദി കൊടുക്കണം. എപ്പോഴും നന്ദി പറയണം. സ്തോത്രം. അത്യുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ജീവിക്കുവാൻ. കിടക്കേന്ന് എഴുന്നേറ്റ ഉടനെ ആദ്യമേ ഫോൺ എടുത്ത് നോക്കണ്ട. രാത്രി ദൈവം മേലെ സന്ദേശം അയച്ചിട്ടുണ്ടെന്ന് അല്ലേ? ആദ്യമേ ഒരു 2 വാക്കിൽ സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നന്ദി അങ്ങോട്ട് പറയാം. കണ്ണ് നിറഞ്ഞ് നന്ദി പറയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇന്നലെ ഭൂവിൽ പാർത്തിരുന്ന എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ ഞങ്ങൾക്ക് ഒരു നാൾ കൂടെ അങ്ങയെ സ്തുതിപ്പാൻ സഹായിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ല രാവിലെ കിടക്കേന്ന് എഴുന്നേറ്റിട്ട് 1.5 മണിക്കൂർ ഉപവസിച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 3 മിനിറ്റ് 1 മിനിറ്റെങ്കിലും നന്ദി യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കേന്ന് എഴുന്നേറ്റ് വരാവൂ ദൈവമക്കളെ. ടീച്ച് യുവർ ചിൽഡ്രൻ ഓൾസോ. താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ്. ദൈവത്തിന് നന്ദിയില്ലാതെ ജീവിക്കരുത്. എപ്പോഴും സന്തോഷിപ്പിന് ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥന നന്ദി പറയുന്ന സമയമായിരിക്കണം. വർഷത്തിൽ ഒരു ദിവസം ലീവ് എടുത്ത് നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും നന്ദി പറയണം. 31-ാം തീയതി ഒരു സാക്ഷ്യം പറയുന്നത് മാത്രമല്ല, ദൈവത്തിന് നന്ദി പറയണം. ദാവീദ് തൻ്റെ മുറിക്കകത്തോട്ട് കയറി. നാഥാൻ പ്രവാചകൻ ഓടി അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ ഹല്ലേലൂയ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. കാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഇസ്രായേലിൻ്റെ അധിപതിയായിരുന്ന ശൗലിൻ്റെ സിംഹാസനത്തിൽ നിനക്ക് ഇരിപ്പിടം തന്നു. ഹല്ലേലൂയ. എനിക്ക് ഇനിയും നിന്നെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്. ഹൃദയം അങ്ങോട്ട് തകർന്ന് നന്ദി കൊണ്ട്. ദിനവൃത്താന്തത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. മുറിക്കകത്തോട്ട് കയറി വാതിൽ അങ്ങോട്ട് കൊട്ടി അടച്ചിട്ട് മുഴങ്കാൽ മടക്കി 2 കൈയും ഉയർത്തി ഹല്ലേലൂയ ദാവീദ് പാടി, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ ദൈവമേ. ഇവിടെ ഇരുന്നു കൊണ്ട് എത്ര കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ പറയും, വാട്ട് ഈസ് ദെയർ വിത്ത് മീ ലോർഡ് ദാറ്റ് യു ഹാവ് ലവ്ഡ് മീ ആൻഡ് ഓണർഡ് മീ. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആൾക്കാർ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ, നിങ്ങളുടെ സമപ്രായ അനേകർ ഒരു ജോലിക്ക് വേണ്ടി അലയുമ്പോൾ, ഈ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് സമൃദ്ധിയായി നടത്തിയെങ്കിൽ ദൈവത്തിന് നന്ദിയല്ലാതെ എന്ത് പറയുവാൻ. നിങ്ങളെക്കാൾ കഴിവും വിദ്യാഭ്യാസവും പാരമ്പര്യമുള്ളവർ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് ലോകത്തിൻ്റെ മായയിൽ ഇച്ഛപ്പെട്ട് നടക്കുമ്പോൾ സത്യദൈവത്തെ അറിയുവാൻ ദൈവം നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾ മുഖാന്തരമോ ഭാഗ്യം തന്നെങ്കിൽ നന്ദിയല്ലാതെ എന്ത് പറയാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ കൈകൊണ്ട് അനേകർ കൈനീട്ടി നടക്കുമ്പോൾ, നിങ്ങളുടെ കൈകൊണ്ട് അനേകരെ സഹായിപ്പാൻ നിങ്ങൾക്ക് പ്രാപ്തി തന്നെങ്കിൽ നന്ദിയല്ലാതെ എന്ത് പറയാൻ പറ്റും. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥനയോട് സമർപ്പിച്ചാട്ടെ. കർത്താവേ, ആരൊക്കെ എൻ്റെ വാ ഭിത്തിയാലും എൻ്റെ പ്രാർത്ഥന തടയാൻ പറ്റത്തില്ല. അതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഭർത്തിമായുടെ അതരം തപ്പിക്കൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് മിണ്ടിപ്പോകരുതെന്ന് പറയുന്നവരുടെ മുമ്പാകെ അവനോ അധികം 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 ഉച്ചത്തിൽ കരഞ്ഞു. ഇന്ന് പകൽക്കാലം ഒരു സാഹചര്യത്തിനും എൻ്റെ പ്രാർത്ഥന തടയാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കിടക്കിയിൽ ഞാൻ എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്നാലും എൻ്റെ ഹൃദയത്തിനകത്തൊരു ഊർജ്ജശ്വാസമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന ജീവനുള്ള ദൈവത്തോട് അർപ്പിച്ചിരിക്കും. അത് അതരം ഉയർത്താൻ പറ്റിയാലും അതരം അനക്കാൻ പറ്റിയില്ലെങ്കിലും
ഹല്ലേലൂയ. കരയാൻ പറ്റിയാലും കരയാൻ പറ്റിയില്ലെങ്കിലും, കൈ ഉയർത്താൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കത്തില്ല. എല്ലാവരും ദിവസം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു പാട്ടിൻ്റെ 1-2 വരികൾ ദൈവദാസൻ പാടും. സമർപ്പണം.